ലോകസ്ഥാപനത്തിങ്കൽ തന്നെ ദൈവം തൻ്റെ പദ്ധതികൾ സകലവും പ്ലാൻ ചെയ്തു. 6 ദിവസം കൊണ്ട് മനുഷ്യനെയും ഭൂമിയിലുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. താൻ ചെയ്ത സകല പ്രവൃത്തികളിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സകല കാര്യങ്ങളും ഈ 7 ദിവസത്തെ പ്രവൃത്തിയിൽ ദൈവം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അന്ത്യനാളിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും വ്യക്തമായി നാം മനസ്സിലാക്കണം. ദൈവവചനം പറയുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അതുകൊണ്ട് ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആ നാളുകൾ കള്ളനെപ്പോലെ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. പിതാവിൻ്റെ 7 ദിവസത്തെ പ്രവൃത്തിയെക്കുറിച്ചും അതിൽ തന്നെയുള്ള യേശുക്രിസ്തുവിൻ്റെ 3 ദിവസത്തെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസൻ ഷാജി ജോസഫിലൂടെ നമ്മോട് സംസാരിക്കുന്നു. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊൽത്തോഴ, നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴ, ദിവ്യ രഞ്ജിതവചനം ഭഞ്ജിതമാകാ ഫലം പൊഴിക്കും തോഴ. മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമെൻ തോഴ, ദിവ്യ രഞ്ജിതവചനം ഭഞ്ജിതമാകാ ഫലം പൊഴിക്കും തോഴ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരും സ്കൂൾ മിനിസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, അന്ത്യകാല ശുശ്രൂഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെയോ ഡിനോമിനേഷൻ്റെയോ അതിർവരമ്പുകളില്ലാതെ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ വേദപുസ്തകം, ബൈബിൾ എന്തു പറയുന്നു ആസ് ഇറ്റ് ഈസ് പഠിപ്പിച്ചുകൊണ്ട് ദൈവജനത്തെ ഒരുക്കി ഈ ഭൂമിയിലെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേർക്കാനല്ല, പകരം ഈ മനുഷ്യരെ സ്വർഗരാജ്യത്തിലേക്ക് പിടിക്കുന്നവരാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നിയമനവും അതിനുവേണ്ടിയുള്ള അഭിഷേകം തന്നിരിക്കുകയാൽ ആ വചനമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാനാണ് കർത്താവ് അകത്ത് പ്രേരണ നൽകുന്നത്. അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് 7 ഡേ പ്രൊജക്റ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ 7 ദിവസത്തെ പ്രൊജക്റ്റ്.
അതിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ 3 days പ്രൊജക്റ്റ്. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നാം ദൈവവചനത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 7 ദിവസത്തെ പ്രൊജക്റ്റ്, ആ 7 ദിവസത്തെ പ്രൊജക്റ്റിനെ ദൈവത്തിൻ്റെ 7000 വർഷത്തെ കാലങ്ങളാക്കി പഠിച്ചു. ദൈവത്തിന് ഒരു ദിവസം 1000 വർഷം എന്നതുപോലെ ദൈവം ഓരോ ദിവസവും ഓരോ 1000 വർഷവും സംഭവിക്കുന്നത് എന്താണെന്ന് മുൻകൂട്ടി അതിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരുന്നു. കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം, അത് ആരായുന്നത് രാജാക്കന്മാർക്ക് മഹത്വം. നാം ഇത് പഠിക്കുകയുണ്ടായി. എന്നാൽ ഈ 6 ദിവസം കഴിഞ്ഞ് ദൈവത്തിൻ്റെ 7-ാം ദിവസത്തിലേക്ക് കയറുന്ന ഒരവസ്ഥ, അത് മനുഷ്യർക്ക് മാത്രമേ ദൈവം ആ ഇൻവിറ്റേഷൻ വെച്ചിട്ടുള്ളൂ. മൃഗങ്ങൾക്ക് ആ ഇൻവിറ്റേഷൻ വെച്ചിട്ടില്ല, പകരം മനുഷ്യർക്കാണ് ആ ഇൻവിറ്റേഷൻ വെച്ചിരിക്കുന്നത്. മൃഗങ്ങൾക്ക് ഒരായുസേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മാനത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ, അതായത് അനുസരിച്ചാൽ 7-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന മനുഷ്യൻ, അവിവേകശൂന്യനായാൽ 6-ാം ദിവസം കൊണ്ട് നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. മൃഗം നശിച്ചു പോകുന്നതാണ്, അത് മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്, നശിച്ചു പോകുന്നതാണ്. എന്നാൽ മനുഷ്യൻ നശിച്ചു പോകാനല്ല, അവനെ നിത്യമായി ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ റെസ്റ്റിൽ 7-ാം ദിവസത്തിലേക്ക് കയറ്റാനാണ്. പക്ഷേ അവനെ സൃഷ്ടിച്ചത് 6-ാം ദിവസമാണ്. മൃഗത്തെ സൃഷ്ടിച്ച അതേ ദിവസമാണ് മനുഷ്യനെയും സൃഷ്ടിച്ചത്. ഗ്ലോറി. ഈ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയതാണ്. എങ്കിലും ഇതിൻ്റേതായ ആ ബ്ലൂ പ്രിൻറ്റിൻ്റെ രേഖകൾ മാത്രമേ നമ്മുടെ അകത്ത് കിട്ടിയിട്ടുള്ളൂ. ആഴത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോ ദിവസവും വഴി നടത്തുകയാണ്. ഈ ക്ലാസ്സുകളെ ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ മുമ്പിലുള്ള എപ്പിസോഡുകൾ അല്ല എങ്കിൽ അതിൻ്റെ CD-കൾ തുടർന്ന് നിങ്ങൾക്ക് അത് ഇൻ്റർനെറ്റിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ CD-ക്ക് താല്പര്യമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ലഭ്യമാകുവാനായിട്ട് റെഡിയാകും. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇതാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവുമായുള്ള ബന്ധത്തിൽ 6-ാം ദിവസത്തിൽ നിന്ന് 7-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു രംഗമുണ്ട്. 6-ൽ നിന്ന് 7-ലേക്ക് കയറുന്ന ഒരു രംഗം. ഇതുമായുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വരവ്, ആ വരവുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ നാം മനസ്സിലാക്കിയുണ്ടായി. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചതിൽ തികച്ചും വ്യത്യസ്തമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കൊണ്ട് പാരമ്പര്യത്തെയോ സംഘടനകളെയോ വ്യക്തികളെയോ പ്രീതിപ്പെടുത്തുവാൻ പോകാതെ, കാരണം സാഹചര്യവും സംഘടനകളും വ്യക്തികളും എല്ലാം ഇവിടെ സെമിത്തേരി കൊണ്ട് അവസാനിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് അത് മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവജനത്തെ ചതിക്കാതെ, വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ, അതുവഴി കള്ളനായി പിടിക്കപ്പെടാതെ, ജീവവൃക്ഷത്തിലുള്ള ആ പേര് അല്ല എങ്കിൽ അവകാശം എടുത്തു കളയാതെ, ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അത് മാത്രം വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുക. ആരെയും വേദനിപ്പിക്കാനല്ല, പകരം നിങ്ങളെല്ലാം സ്നേഹിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചേർന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളെ ചതിക്കുന്നവരായി തീരുവാൻ, ദൈവവചനത്തെ നുണയാക്കി മാറ്റുവാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് പ്രിയരെ, വചനം സത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സത്യമായിട്ട് പറയുന്നവരെ കാലാകാലങ്ങളിൽ സഭ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഒറ്റപ്പെടുത്തിയെങ്കിലും ദൈവം അവരോട് കൂടെ ഉള്ളതുകൊണ്ട് അവർ പറയുന്നത് ദൈവം സത്യമാണെന്ന് തുടർന്ന് വെളിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. ഇതാ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞ് കടന്നു വന്ന നമ്മുടെ അരുമനാഥനായ യേശുവിന് എന്ത് സംഭവിച്ചു? യേശുവിനെ കൊന്നത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ സത്യം പറഞ്ഞ് കടന്നു വന്നു. ജനത്തോട് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. പക്ഷേ സ്വന്തം ജനം എന്ത് ചെയ്തു? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തള്ളിക്കളഞ്ഞു. ഗ്ലോറി. അവർ പറഞ്ഞു, ഇവനെ ക്രൂശിക്കാം. സ്വന്തമായവർ അവനൊരു ഓമന ഇരട്ടപ്പേര് ഇട്ടുകൊടുത്തു. എന്താണ് ഇരട്ടപ്പേരെന്നറിയാമോ? അന്നത്തെ പരീശന്മാരും അന്നത്തെ ദൈവഭക്തന്മാരും ഇട്ടുകൊടുത്ത ഇരട്ടപ്പേരാണ് ചതിയൻ. യേശുവിന് ഇട്ടുകൊടുത്ത ഇരട്ടപ്പേരാണ് ചതിയൻ. ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. സത്യം പറഞ്ഞു വരുന്നവർക്ക് ഇതാണ് ഗതി. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ ലൂതർ സത്യം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്നത്തെ സഭ അദ്ദേഹത്തെ തൂത്തെടുത്ത് വെളിയിൽ കളഞ്ഞു.
ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവരോട് ചേർന്ന് ഇന്ന് പോയ കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും അന്ന് തോന്നത്തില്ല. പക്ഷെ തുടർന്ന് ദൈവസന്നിധിയിൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ അനുഭവിക്കാനിടയാകുന്നത്. അപ്പോൾ ഈ നാളുകളിൽ ആരെല്ലാം തൂത്തെറിഞ്ഞാലും തൂത്തെറിയാത്തൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ തൂത്തെറിയുന്നവരെല്ലാം സെമിത്തേരി തൂത്തെറിയും. അവരുടെ ശരീരത്തെ, അവരുടെ സോളിനെ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരം നാം മുൻപിൽ കണ്ടുകൊണ്ട് ഇന്നല്ല നാം ജീവിക്കേണ്ടത്, നാളത്തേക്ക് വേണ്ടി നാം ഇന്ന് ജീവിക്കണം. നാളത്തേക്ക് വേണ്ടി നാം ഇന്ന് ജീവിക്കുവാനായിട്ട് ഇടയാകണം. കഴിഞ്ഞ യാത്രയിൽ കർണാടകയിൽ വെച്ച് ഞാനൊരു ദൈവദാസനെ കണ്ടു. ആ ദൈവദാസനോട് പറഞ്ഞൊരു സംഭവം, ഒരു പ്രായമുള്ള ദൈവദാസന്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തെ ഒരു സഭയിൽ ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിച്ചു. ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം അവർക്ക് വചനം പഠിപ്പിക്കണം. അങ്ങനെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ സഭയിലെ ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴാണ്, എന്താണ് ദേവദാസൻ്റെതായ അറിവ്, എങ്ങനെയാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെതായ പഠിപ്പിക്കലൊന്നുമല്ല, ദൈവവചനത്തിലുള്ള കാര്യം ഞാൻ പറയാം. ദൈവവചനത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കണം എന്നാണ് വിശുദ്ധ വേദപുസ്തകം 2 തെസ്സലോനിയൻസ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് ചിന്തിച്ച് ആരും നിങ്ങളെ ചതിക്കരുത്, ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്. ആ നാൾ വരുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ സംഭവിക്കണം. ആ 2 കാര്യങ്ങളിൽ ഒന്ന് വിശ്വാസത്യാഗമാണ്, മറ്റതൊന്ന് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വെളിപ്പെടലാണ്. ഈ 2 കാര്യങ്ങൾ സംഭവിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ സംഭവിച്ചേ സഭ വരത്തുള്ളൂ. അതെ, അങ്ങനെയാണ് വചനം പറയുന്നത്. ദേവദാസം പൊക്കോളൂ, ഇനി മുതൽ വചനം പഠിപ്പിക്കാൻ വരണ്ട. ശ്രദ്ധിക്കുക, ഇനി മുതൽ വചനം പഠിപ്പിക്കാൻ വരണ്ട. ബുദ്ധിയില്ലാത്ത ജനം. കാരണം ദൈവവചനം എന്തു പറയുന്നു അത് ആസിറ്റീസ് പറയുമ്പോൾ ഇവർ പറയാണ്, ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് പോലെ പറയാനാണെങ്കിൽ വന്നാൽ മതി, ഞങ്ങൾ മുമ്പ് പഠിച്ചിരിക്കുന്നത് പോലെ പറയാനാണെങ്കിൽ വന്നാൽ മതി, വേറെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരണ്ട. ബുദ്ധിയില്ലാത്ത ജനം. ഗ്ലോറി. ദൈവത്തിൻ്റെ വചനം പ്രതി എൻ്റെ ജനം കുരുടന്മാർ. പ്രിയരെ, ഞാനും നിങ്ങളും പറയുന്നതല്ല ശരി, വിശുദ്ധ വേദപുസ്തകം പറയുന്നതാ ശരി. അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ വിശ്വസിക്കുവാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഒരു വാക്യമെങ്കിലും. ഞാൻ അനേക വാക്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വാക്യമെങ്കിലും കാണിച്ചു തരാമോ? യേശുക്രിസ്തു വന്ന് സഭയെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പെടുത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം കാണിച്ചു തരാമോ? അവർക്ക് ഒരു വാക്യവും പറഞ്ഞു കൊടുക്കാനില്ല. പകരം അവർ പറഞ്ഞു കൊടുത്തത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ യോഹന്നാനോട് ഇവിടെ കയറി വരിക എന്ന് പറയുന്നുണ്ട്. അതാണ് സഭയുടെ എടുക്കപ്പെടൽ. അദ്ദേഹം പറഞ്ഞു, അത് യോഹന്നാനോട് കയറി വരാൻ പറഞ്ഞതല്ലേ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട്. അത് സഭയുടെ എടുക്കപ്പെടൽ എങ്ങനെയാകുന്നത്? അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത്, അതുപോലെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ പ്രിയരെ, ഇങ്ങനെ ഒരു തലതിരിഞ്ഞു പോയൊരവസ്ഥയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജനത്തിൻ്റെ, ഒരു സഭകളുടെ നടുവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെയാണ് പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാരുടെ ആവശ്യം. അവർ തെസ്സലോനിക്കയിലേക്ക് കയറിയപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 17 പറയുന്നു, ലോകത്തെ തലകീഴായി തിരിക്കുന്നവർ ഇവിടെയും വന്നിട്ടുണ്ട്. തലതിരിഞ്ഞ ലോകത്തെ നേരെയാക്കേണ്ട ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോരോ ഭാഗങ്ങൾ തെറ്റായി പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ ശരിയായി പഠിക്കുവാൻ സ്വർഗത്തിൽ നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് 2 തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 7 വരെ നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. എന്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്? ഇന്ന് നമ്മൾ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് വിശ്വാസത്യാഗത്തെ കുറിച്ചാണ്. വിശ്വാസത്യാഗം. ഗ്ലോറി ടു ഗോഡ്. വായിച്ചാട്ടെ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും, ഇതിനെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കം ഉണ്ടാകത്തില്ല. ഇംഗ്ലീഷിലൊന്നും വായിക്കണമെന്നില്ല. മലയാളം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ ബൈബിളിൽ കാണുന്ന ഈ കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പച്ച മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകും എന്തിനെ സംബന്ധിച്ചായി പറയുന്നത്. കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് വല്ല ആത്മാവിനാലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലെ ലേഖനത്താലോ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും, അത് യേശു പ്രത്യക്ഷപ്പെടാൻ പോകുന്നു, അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ നമ്മൾ സഭയുടെ സമാഗമനവും സംബന്ധിച്ച് യേശു മധ്യാകാശത്ത് വരുന്നു. സഭ യേശുവിൻ്റെ അടുക്കിലേക്ക്
പോകുന്നു. യാതൊരു സംശയവുമില്ല എന്തിനെക്കുറിച്ചാണ് പറയണതെന്ന്. ഗ്ലോറി ടു ഗോഡ്. അവന്റെ അടുക്കലുള്ള സമാഗമനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. വായിച്ചാട്ടെ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. വേഗത്തിൽ ഇളകി ഞെട്ടിപ്പോകുകയും അരുത്. അത് വരുന്നതിന് മുമ്പ് ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കണം. അങ്ങനെ നിങ്ങൾ ഞെട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചതിക്കപ്പെടുകയാണ്. എന്താണ് ചതി എന്ന് നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും നമ്മളത് ആവർത്തിക്കാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചാൽ അതൊരു ചതിയാണ്. അതൊരു ചതിയാണ്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു ഇന്ന കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് എന്ത് വ്യക്തമായിട്ട് സംഭവിച്ചിരിക്കണം? യേശുക്രിസ്തുവിന്റെ വരവ്, നമ്മൾ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യം നടക്കേണ്ട എന്താണ്? വിശ്വാസ ത്യാഗം സംഭവിക്കണം. ഇത് എവിടെ പറയുന്നതാ? വിശുദ്ധ ബൈബിളിൽ പറയുക. ഇത് ഒരു ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല. പ്ലെയിൻ ലാംഗ്വേജാ. ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുള്ള വേറെ ഭാഗങ്ങളുണ്ട്. ഇത് പ്ലെയിൻ ലാംഗ്വേജ് ആണ്. ഇവിടെ ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആന്റി ക്രൈസ്റ്റ്, നാശയോഗ്യൻ അധർമ്മമൂർത്തിയുമായവൻ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുകയും വേണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവ്, നമ്മൾ യേശുക്രിസ്തുവിന്റെ സഭ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കണം? ബൈബിൾ എന്താ പറയുന്നത്? അത് പറഞ്ഞാൽ മതി. ഒന്ന്, വിശ്വാസ ത്യാഗം സംഭവിക്കണം. രണ്ട്, നാശയോഗ്യൻ അധർമ്മമൂർത്തിയുമായവൻ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുകയും വേണം എന്ന് വിശുദ്ധ വേദപുസ്തകം. അത് കത്തോലിക്ക പുസ്തകമാകട്ടെ, പെന്തക്കോസ്തുകാരുടെ പുസ്തകമാകട്ടെ, ഏത് പുസ്തകമാണ്, ഏത് വചനം എടുത്താലും ഇത് അങ്ങനെ തന്നെയാണ് അവിടെ ഉള്ളത്. ഗ്ലോറി. ഇതിന് യാതൊരു മാറ്റവും ഇല്ല. ഇനി ഇതിനെ നമ്മൾ വ്യാഖ്യാനം ചെയ്ത് നുണയാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. എൻ്റെ വചനത്തോടൊന്നും കൂട്ടരുത്, നിന്നെ കള്ളനായി പിടിക്കരുത്. ഗ്ലോറി. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം പറയുന്നു, അതിൽ നിന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത ജീവവൃക്ഷത്തിലുള്ള നിന്റെ പങ്കെടുത്ത് കളയാൻ ഈ ബാധകം നിന്റെ മേൽ വരുവാൻ നീ ഇടയാക്കരുത്. ഗ്ലോറി. ഹല്ലേലൂയ. അനേകർ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? അവരെ യഥാർത്ഥത്തിൽ കള്ളപ്രവാചകന്മാരായി സ്വർഗത്തിൽ ദൈവം പിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരെ ദൈവം വെച്ചിരിക്കുന്നത് ഞാൻ വിശുദ്ധ ബൈബിളിൽ കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിൽ എത്ര വാഴയുണ്ടെന്ന് പറയാനോ, ഇതേക്ക് ദുബായിൽ നിന്ന് വിസ ഉണ്ടെന്ന് പറയാനോ, കൊച്ചു ഇവിടെയുള്ള കൊച്ചു കാര്യങ്ങൾ പറയാനൊന്നും ഞാൻ വിശുദ്ധ ബൈബിളിലെ പ്രവാചകന്മാരെ കണ്ടിട്ടില്ല. പകരം വിശുദ്ധ ബൈബിളിലെ പ്രവാചകന്മാരെ കാണുന്നത് എന്താണെന്നറിയാമോ? ജനത്തിന് വാള് വരുന്നത് കണ്ട് ജനത്തിന് വാണിംഗ് കൊടുത്തുകൊണ്ട് അവരെ അവരുടെ പാപത്തിന് തിരിക്കുന്ന പ്രവാചകന്മാരെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് ചുറ്റുപാടും കാണുന്ന പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ വ്യത്യസ്ത പ്രവാചകന്മാരായിട്ടാണ് കാണുന്നത്. ഗ്ലോറി. അവർക്ക് മനുഷ്യന്റെ ജഡസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ വിസയെക്കുറിച്ചും മനുഷ്യന്റെ വീട്ടിൽ നടക്കുന്ന വിവാഹത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്, പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രവചനം വരുന്നത്. എനിക്കിത് മനസ്സിലാകുന്നില്ല. ദൈവത്തിന്റെ വചനത്തിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളോട്? ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ യഥാർത്ഥ പ്രവാചകന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥ പ്രവാചകന്മാരെ കുറിച്ച് അവരെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ യഥാർത്ഥ പ്രവാചകന്മാരെ അറിയിച്ചിട്ടേ ദൈവം ചെയ്യത്തുള്ളൂ. ഗ്ലോറി. ദൈവം അത് ചെയ്യുന്നത് വീട്ടിലെ കൊച്ചു കാര്യങ്ങളല്ല. കൊച്ചു കാര്യങ്ങൾ വീട്ടിൽ ആരെ അറിയിക്കണമെന്ന് അറിയാമോ? വീട്ടിലെ പിതാവിനെ അറിയിക്കും. ഗ്ലോറി. ആ പിതാവാണ് ആ ഭവനം കൊണ്ടുപോകാനുള്ളത്. എന്നാൽ സഭ എന്ന് പറയുന്നത്, സഭയിലെ ദൈവദാസന്മാരെ ആക്കിയത് ഈ ജനത്തിന്റെ ജഡത്തെ കൺട്രോൾ ചെയ്യാനല്ല, ഈ ജനത്തിന്റെ സോളിനെ അവർ നിങ്ങളുടെ ദേഹിക്ക് വേണ്ടി ജാഗരിക്കുന്നവരാകയാൽ ദൈവവചനം ഹെബ്രായ ലേഖനം 13:17 പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവർ നിങ്ങളെ, മലയാളത്തിൽ ആത്മാവെന്നാണ്, അവർ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. കാരണം എന്താണ്? അവർ നിങ്ങളുടെ ജഡത്തിന് വേണ്ടിയല്ല ജാഗരിക്കുന്നേ, അവർ നിങ്ങളുടെ ദേഹിക്ക് വേണ്ടി, സോളിന് വേണ്ടി ജാഗരിക്കുന്നവരാകിയാൽ അവർക്ക് കീഴ്പ്പെട്ടിരിപ്പൻ. ഗ്ലോറി ടു ഗോഡ്. കാരണം ജഡം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകണം, അത് സെമിത്തേരി കൊണ്ടുപോകും. എന്നാൽ സോൾ എന്ന് പറയുന്ന സാധനം അതിന് ഒരിക്കലും അവസാനമില്ല. സോൾ എറ്റേണലാണ്. ഗ്ലോറി ടു ഗോഡ്. ആ സോൾ എറ്റേണൽ ആണ്. ഈ ഭൂമിയിൽ സോളിനെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയും ഈ മൃഗീയമായ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അത് ഇന്ന് വരെയും ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, മെദ്യ, പാർഷ്യ, ഗ്രീക്ക്, റോമ, തുടർന്നുള്ള ആന്റി ക്രൈസ്റ്റും ഇതിനെക്കുറിച്ച് മനുഷ്യന്റെ സോള് സംരക്ഷിക്കുന്നതിന് ഒന്നും ചെയ്യുന്നില്ല.
കാരണം അവയെല്ലാം മനുഷ്യന്റെ ശരീരത്തെ മാത്രമേ നോക്കുന്നുള്ളൂ. മൃഗത്തിന് മനുഷ്യന്റെ സോളിനെ ചിന്തയില്ല. ആ മൃഗത്തിന്റെ, സിംഹത്തിന്റെയോ കടുവയുടെയോ മുമ്പിൽ മനുഷ്യനെ ഇട്ടുകൊടുത്താൽ ആ മൃഗത്തിന് വേണ്ടത് മനുഷ്യന്റെ ശരീരത്തെ മാത്രമാണ്, സോളിനെ കുറിച്ച് ചിന്തയില്ല. ഇങ്ങനെ മൃഗീയമായ ഗവൺമെന്റുകളുടെ ഭരണം ഉള്ളത് കൊണ്ടാണ് ഇതാ പഴയ നിയമത്തിലെല്ലാം ഈ രാജ്യത്വങ്ങളെ മൃഗത്തോട് ഉപമിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, മാനത്തോടെ സൃഷ്ടിച്ച നിന്നെ നീ വിവേകശൂന്യനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. വിവേകശൂന്യനാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പൊട്ടനെ പോലെ നടക്കും. അങ്ങനെയല്ല, നാം നമ്മുടെ ജഡത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുവാൻ ഇടയാകും. ജഡത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യും, ജഡത്തിന് വേണ്ടി മാത്രം ഭക്ഷണം കരുതും. ഇതാ ആ ലെവലിൽ നാം മുന്നോട്ടേക്ക് പോകും, നാം അവസാനിക്കുവാനായിട്ട് ഇടയാകും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിന്റെ ദാസ് ഇതാ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ ജനത്തിന്റെ സോളിന് വേണ്ടി കരുതും. ഗ്ലോറി, സോളിന് വേണ്ടി കരുതും, സോളിന് വേണ്ടി പ്രാർത്ഥിക്കും. അവരെ ആരും ഒരു ദുഷ്ടനും സ്പിരിറ്റും അവരെ തൊടാതെ അവരെ നയിച്ചുകൊള്ളണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഇവർക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടേയിരിക്കും. കാരണം ആ വ്യക്തി മനുഷ്യന്റെ ജഡത്തെ പിടിക്കുന്നവനല്ല, മനുഷ്യന്റെ സോളിനെ പിടിക്കുന്നവനാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ സോളിനെ പിടിക്കുന്നവരാക്കി മാറ്റും. ഗ്ലോറി ടു ഗോഡ്. ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ദേഹിയെ കൊല്ലുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം, ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളണം. അപ്പോൾ ശ്രദ്ധയോടുകൂടെ നാം ആയിരിക്കണം. ഇതാ ആമോസിന്റെ പുസ്തകം നമ്മൾ 3-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. ഇതാ ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ഇനി എന്തുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നതെന്ന് അറിയാമോ? ഇതാ യഥാർത്ഥ പ്രവാചകന്മാരെ ദൈവം വച്ചിരിക്കുന്നത് വാച്ച്മാനായിട്ടാണ്. വാച്ച്മാൻ. ഗ്ലോറി. ഇതാ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇതാ വാച്ച്മാൻ എന്ന് പറയുമ്പോൾ ഇതാ ദേശത്ത്, ഇതാ രാജ്യങ്ങളിൽ കോട്ടയ്ക്ക് മുകളിൽ ഇതാ വെക്കുന്ന, കോട്ടയ്ക്ക് മുകളിൽ ഒരു പറാവുകാരനെ പോലെ ഒരാളുണ്ട്. എന്തിനാണെന്നറിയാമോ? അദ്ദേഹം ആയുധം പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും. ആ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇതാ രണ്ടായിട്ട് തിരിയുകയാണ്. ഒന്ന്, കോട്ടയ്ക്ക് പുറത്തുള്ള മറ്റു നാടുകൾ, അന്യനാടുകൾ. ഇനി കോട്ടയ്ക്കകത്തുള്ള സ്വന്തം നാട്. ഇദ്ദേഹം കോട്ടയ്ക്ക് മുകളിൽ നോക്കിക്കൊണ്ടേയിരിക്കും. എന്തിനാണെന്നറിയാമോ? ശത്രു സൈന്യമെങ്ങാനും വരുന്നുണ്ടോ, ദേശത്തിന് നേരെ വാള് വരുന്നുണ്ടോ എന്ന് കോട്ടയ്ക്ക് മുകളിൽ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാള് വരുന്നു എന്ന അറിവ് കിട്ടിയാൽ, യഥാർത്ഥ പ്രവാചകന്മാരെ കുറിച്ചായി പറയുന്നത്, വാള് വരുന്നു എന്ന അറിവ് കിട്ടി കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ ഒരു ഇലിസ്ട്രേഷനാണ്, ഒരു ഉപമയാണ് ഈ പറയുന്നത്. ഉടനെ അകത്തേക്ക് വിളിച്ചു പറയും, ഇതാ യുദ്ധം വരുന്നു, വാള് വരുന്നു, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം. ആ പറയുന്നത് കേട്ട് ജനം ഒരുങ്ങണം. ആ ജനം ഒരുങ്ങിയാൽ ഇതാ ആ ജനത്തിന് രക്ഷപ്പെടാം. അല്ല, ഈ ദൈവദാസൻ, ഈ പ്രവാചകൻ അത് വിളിച്ചു പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ ശത്രു സൈന്യം വന്ന് ജനത്തെ സംഹരിച്ചു കളയും. അതിൻ്റെ കുറ്റം മുഴുവൻ ആ പ്രവാചകൻ അല്ലെങ്കിൽ ആ വാച്ച്മാനിൽ ഇരിക്കും. അതിൻ്റെ കുറ്റം മുഴുവൻ ഇരിക്കുന്നത് ആ പ്രവാചകനിലാണ്, ഇത് വിളിച്ചു പറയാതെ ഇരുന്നാൽ. അതാ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതാ വലിയ ഒരു പ്രതികൂലം മുമ്പിലേക്ക് വരികയാ. എന്നിട്ടും ഇതാ സഭകൾ ഇത് വിളിച്ചു പറയുന്നില്ല. പകരം സഭകൾ പറയുന്നത്, ആ പ്രതികൂലം നമ്മുടെ അകത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് പോയിരിക്കും. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ഇവിടുന്ന് പോയിരിക്കും എന്ന് പറഞ്ഞ് ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ആരും നിങ്ങളെ ഏത് വിധേനയും ചതിക്കരുത്. ഗ്ലോറി ടു ഗോഡ്. ഇത് എന്താ സംഭവിക്കാൻ പോണെന്നറിയാമോ? ഈ ജനത്തിന്റെ സകല കണക്കും ദൈവം ഈ ദൈവദാസന്മാരോട് ചോദിക്കാനായിട്ട് ഇടയാകും. ഗ്ലോറി ടു ഗോഡ്. പകരം ഇതാ ഈ ശത്രു സൈന്യം വരുന്നത് കാണുമ്പോൾ ഈ ജനത്തെ വിളിച്ചറിയിച്ച് ജനം ഒരുങ്ങണം. ജനം ഒരുങ്ങിയില്ല എങ്കിൽ അത് ജനത്തിന്റെ കുറ്റമാണ്. എന്താ, ജനം ഒരുങ്ങിയാൽ അവർക്ക് രക്ഷ നേടുവാൻ കഴിയും. യഥാർത്ഥ പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് ദൈവവചനത്തിലൂടെ വായിക്കാം. അതിന്റെ 33-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കൈക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു. എങ്കിലും അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കൈക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ച് കളയുന്നുവെങ്കിൽ
ഇവൻ തൻ്റെ അകൃത്യം നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി, എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. ജനത്തിന്റെ സകലത്തിന്റെ കണക്ക്, സോളിന്റെ കണക്ക് ദൈവദാസന് കൊടുക്കാൻ തയ്യാറായിക്കൊള്ളണം. ഇത് ഒരു ഉപമയാണ്. ഇനി യഥാർത്ഥ കാര്യം അടുത്ത് പറയുന്നുണ്ട്. ഇത് ദേശത്തിലെ യഥാർത്ഥ ഫിസിക്കൽ ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അതുപോലെ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ കാര്യം, സോളിന്റെ കാര്യത്തെക്കുറിച്ച് കർത്താവ് താഴേക്ക് പറയുന്നുണ്ട് 7-ാം വാക്യം മുതൽ. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിവാൻ കരുതിക്കൊള്ളാത്ത വണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു പിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടു തിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യം നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവദാസന്മാരായി ദൈവം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ ഭയപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മിണ്ടാതിരിക്കുകയല്ല. ഞാൻ പഠിച്ചത്, എൻ്റെ ദൈവദാസനിൽ നിന്ന് ഞാൻ പഠിച്ചത് തികച്ചും വ്യത്യസ്തമാണ്. എന്നോട് പറഞ്ഞു തന്നത്, ഇഷ്യൂ ഉള്ള സബ്ജക്റ്റുകളെ കുറിച്ച് തൊട്ടുപോകരുത്. തൊട്ടുപോയാൽ അവർ നമ്മളെ ഒറ്റപ്പെടുത്തും, പിന്നെ പ്രസംഗിക്കാൻ വിളിക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. പിന്നെ പ്രസംഗിക്കാൻ വിളിക്കത്തില്ല. കാരണം അവർക്ക് സുബോധം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പിന്നെ പ്രസംഗിക്കുവാൻ വിളിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം ഞാൻ എന്തിനാ നരകത്തിൽ കളയുന്നേ? ഗ്ലോറി, ഹല്ലേലൂയ. ഈ ജനത്തെ സെമത്തേരിക്കപ്പുറം പോകാൻ കഴിയാത്ത ഈ വലിയ വലിയ കാര്യങ്ങളെ സാന്നിധ്യം വലിയ വലിയ നാമത്താൽ വിളിക്കപ്പെടുന്ന ഈ ജനത്തെ ഞാൻ എന്തിനു ഭയപ്പെടണം? എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തെ ഞാൻ ഭയപ്പെടണം. എൻ്റെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിൻ്റെ വാക്ക് ആസിറ്റ് ഞാൻ പറയണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ ജനത്തിൻ്റെ കണക്ക് ഞാൻ നിന്നോട് ചോദിക്കും. ഗ്ലോറി, ഈ സോളിൻ്റെ കണക്ക് ഞാൻ നിന്നോട് ചോദിക്കും. നീ പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല എങ്കിൽ ആ കണക്ക് അവരോട് ചോദിക്കത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രിയരെ, ഇതാ യഥാർത്ഥ പ്രവാചകന്മാർ വാച്ച്മാൻമാരാണ്. ഗ്ലോറി ടു ഗോഡ്. ഇതാ ദൈവം എല്ലാ കാര്യങ്ങൾ, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് ജനത്തോട് വിളിച്ചു പറയാനിടയാകണം. ഇതാ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇതാ ദൈവവചനം നമുക്ക് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എവിടെ കാണാൻ കഴിയും? ഇതാ കർത്താവ് ചില കാര്യങ്ങളെക്കുറിച്ച് ജനത്തോട് മുൻകൂട്ടി പറയാം. ജനത്തിന് ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല. കർത്താവ് എന്നിട്ട് പറയാണ്, ഞാൻ ഇതൊക്കെ നിങ്ങളോട് എന്തിനാ മുൻകൂട്ടി പറഞ്ഞതെന്ന് അറിയാമോ? നിങ്ങൾ ആ സമയം എടറിപ്പോകാതിരിപ്പാനാ. അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും. നിങ്ങൾ ചതിക്കപ്പെട്ടു പോകും. ഈ സമയം വരുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അയ്യോ എന്തു പറ്റി, ഞാൻ ദൈവത്തിൻ്റെ മകനാണല്ലോ, മകളാണല്ലോ, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? നിങ്ങൾ ആകെപ്പാടെ വിശ്വാസം ഇടറിപ്പോകും. ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ അത് മുൻകൂട്ടി പറയുന്നു. ഗ്ലോറി. ആ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗ്ലോറി ടു ഗോഡ്. വായിച്ചേ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കാരണം എന്നറിയാമോ? ഒരു ക്രൈസിസിനെതിരെയുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷൻ എന്നറിയാമോ? ഒരു ക്രൈസിസ്, ഒരു പ്രശ്നം വരാൻ പോകുന്നു, അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്നറിയാമോ? അത് വരുന്നു എന്ന് ഈ ജനത്തെ അറിയിക്കുക. ഇവരിടറി പോകത്തില്ല, ഇവരെ നേരത്തെ അറിയിക്കുക. ഗ്ലോറി. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ദ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് എ ക്രൈസിസ് ഈസ് ടു നോ ഇറ്റ് ബിഫോർ ഇറ്റ് കംസ്. അത് വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അറിയുക. ഇതാ യേശു ഇവിടെ ചെയ്യുന്നേ. ഞാൻ നിങ്ങളുടെ ഇതൊക്കെ മുൻകൂട്ടി പറയുക. എന്തിനാണെന്നറിയാമോ? ആ സമയത്ത് നിങ്ങൾ ഇടറിപ്പോകരുത്. അതിനുവേണ്ടി ഞാൻ മുൻകൂട്ടി അറിയിക്കുന്നേ. ഗ്ലോറി ടു ഗോഡ്. ഇത് തല തിരിച്ച ഇല്ല, ഇങ്ങനെ ഒരു പ്രശ്നമേ നമുക്ക് ഉണ്ടാകത്തില്ല, അതിനു മുമ്പ് നമ്മൾ പോയിരിക്കും. ബൈബിള് പറയുന്നു ഇല്ല, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഒറ്റ ചോദ്യം അവിടെ ഒന്ന് നിന്നാ മതി. വിശ്വാസത്യാഗം സംഭവിക്കുന്നത് ഹിന്ദുക്കൾക്കാ? വിശ്വാസത്യാഗം സംഭവിക്കുന്നത് ബുദ്ധമതക്കാർക്കാ? വിശ്വാസത്യാഗം സംഭവിക്കുന്നത് ഇസ്ലാം മതക്കാർക്കാ? നിങ്ങളൊന്ന് ചിന്തിച്ച്, ആർക്കായിരിക്കും വിശ്വാസത്യാഗം സംഭവിക്കുന്നത്? വിശ്വാസികൾക്ക് സംഭവിക്കുന്ന സഭ എവിടെ ഉണ്ട്? പറ. വിശ്വാസികൾക്കാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്ന സഭ എവിടെ ഉണ്ട്? അപ്പോഴും ഭൂമിയിലുണ്ട്. ഗ്ലോറി. വിശ്വാസികൾക്കാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. ഗ്ലോറി. മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ദിവസം വരുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവും
മധ്യാകാശത്തിലെ വരവ്, നമ്മൾ യേശുക്രിസ്തു സംബന്ധിച്ച് സഭ യേശുവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നത് സംബന്ധിച്ച ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ആ ദിവസം വരുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസക സംഭവിക്കണം. ഇതാ നാശോകനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഇനി അതും വിശ്വസിച്ചില്ലെങ്കിൽ ഈ താഴേക്ക് വരുമ്പോൾ വിശ്വാസക ആർക്കാ സംഭവിക്കുക? വിശ്വാസത്തെ 10-ാം നിലയുടെ മുകളിൽ കയറാതെ 10-ാം നിലയിൽ വീഴാൻ പറ്റുമോ? വിശ്വാസത്തിൽ കയറാതെ വിശ്വാസത്തിന് താഴെ വീഴാൻ പറ്റുമോ? ഗ്ലോറി, ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സഭ എവിടെ ഉണ്ട്? അവിടെ ഉണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ഈ ഭാഗം കർത്താവ് മുൻകൂട്ടി പറയുന്നതിൻ്റെ കാരണം, കുഞ്ഞുങ്ങളെ ആ സമയം വരുമ്പോൾ നിങ്ങൾ ഇടറി പോകരുത്. അതുകൊണ്ടാണ് ഇത് മുൻകൂട്ടി പറയുന്നത്. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസനും പറയുന്നത്, ഇതാ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ജനം മനസ്സിലാക്കണം ഇത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത്, പേടിപ്പിക്കാൻ വേണ്ടിയല്ല. വായിച്ചേ 16:1 മുതൽ വീണ്ടും. യോഹന്നാൻ 16:1. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ശ്രദ്ധിച്ചേ, പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇടറിപ്പോകാതിരിക്കാൻ പറഞ്ഞതാ. നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ പോണേ? ദൈവത്തെ ആരാധിക്കുന്ന ദേവാലയത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുമെന്ന്. അപ്പൊ ആരായിരിക്കും പുറത്താക്കണേ? കൂടെ ഉള്ളവരാ പുറത്താക്കണേ. കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ സമാധാനം വരുത്താൻ വന്നെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സമാധാനം അല്ല, വാളത്രേ വരുത്താൻ വന്നത്. ഒരു കുടുംബത്തിലെ ഇതാ അപ്പൻ മകനെതിരെ, അമ്മായിയമ്മ മരുമകൾക്കെതിരെ കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പരം ചിന്തിച്ചിരിക്കും. നിങ്ങളെ വെളിയിലാക്കും. നമ്മൾ കേട്ട സുവിശേഷവും വചനത്തിലുള്ള സുവിശേഷവും വ്യത്യാസമുണ്ട്. ഗ്ലോറി, പുറത്താക്കും. ഇവിടെ പറയാം, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. മാത്രമല്ല, നിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ അതൊരു ആരാധനയായിട്ട് മാറും. അങ്ങനത്തെ ചിന്ത വരാൻ പോകും. നിങ്ങളെ കൊന്നാൽ ഒരു ആരാധനയാണ്. ഗ്ലോറി, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് യാഗം കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നാഴിക വരാൻ പോകുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ അനുഗമിച്ചിട്ട് ഞങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ഇതാ കിട്ടാൻ പോണേ. അതേ മക്കളെ, ഇതാ കിട്ടാൻ പോണേ. അല്ല, ഇങ്ങനെ അവർ കൊന്നില്ലേലും നിങ്ങൾക്ക് മരിക്കാതിരിക്കാൻ വല്ല മാർഗവും നിങ്ങളുടെ ബീസ്റ്റ് ഗവൺമെന്റ് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടോ? ഇവിടുത്തെ ഗവൺമെന്റുകൾ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടോ? ഇവരങ്ങനെ കൊന്നില്ലേലും മരിക്കാതിരിക്കാൻ ഒരു മാർഗം കണ്ടുപിടിച്ച് തന്നിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ അറ്റാക്ക് ആയിട്ട് പോകും, അല്ലെങ്കിൽ ക്യാൻസർ ആയിട്ട് പോകും, അല്ലെങ്കിൽ കിടക്കെ കടന്നു പോകും, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് പോകും. ഏതായാലും കുഞ്ഞാ നീ പോകൂലേ? അല്ലാതെ ഇരിക്കുന്നില്ലല്ലോ ഒരാൾ പോലും. ഈ ജീവിതം മരിക്കാനുള്ളതാ. പക്ഷെ അടുത്ത ജീവിതം മരണമില്ലാത്തതാ. മനസ്സിലായോ? ഈ ലോക ജീവനത്തിലുള്ളത് മുഴുവൻ നമുക്ക് അന്യമായതാ. അടുത്ത ജീവനത്തിലുള്ളത് മുഴുവൻ സ്വന്തമായതാ. അന്യമായതിൽ വിശ്വസ്തമായാൽ സ്വന്തമായത് തരും. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോക ജീവിതം മരിക്കാനുള്ളതാ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതൊന്നും നമ്മുടെ സ്വന്തം അല്ല. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എഴുതിയത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓപ്പൺ ഹൗസ് ക്രിസ്തുവിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇതുവരെ ശരീരത്തിൽ സ്വന്തമായിട്ടൊരു രോമം മുളപ്പിച്ചിട്ടുണ്ടോ? പിന്നെയൊക്കെ കയ്യിലൊക്കെ ഉള്ളതൊക്കെ എൻ്റെയാന്ന് പറയാൻ കാര്യം എന്താ? ഇന്നലെ ഒരു സഹോദരനോട് ചോദിച്ചോളൂ, ഇതുവരെയും കയ്യിൽ സ്വന്തമായിട്ട് രോമം മുളപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് ബോധം വന്നില്ലെന്ന്. ഞാൻ പറയും, ഇതൊക്കെ ദൈവം തന്നതാ. ഇറ്റ്സ് ഓൺലി പ്രാക്ടിക്കൽ മെറ്റീരിയൽ. കുഞ്ഞേ, ഈ ലോകത്തിൽ കുഞ്ഞേ നിനക്കിപ്പോൾ 2 കാറുണ്ട്, 3 വീടുണ്ട്, 2 കടയുണ്ട്, ഇതാ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, ഇതാ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതൊക്കെ എന്താ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ. ദൈവം തന്നതല്ലേ. ദൈവം തരാതെ ഉണ്ടാവും ഇതുവല്ലോ. ഇതൊക്കെ ദൈവം തന്നതല്ലേ. ദീസ് ഓൾ ആർ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്. കുഞ്ഞേ മെഡിക്കൽ കോളേജിലോ
അല്ല എങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലോ പോട്ടെ, ഈവൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പ്രാക്ടിക്കൽ ഉണ്ട് അല്ലേ? പ്രാക്ടിക്കലി ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ റൂമിലേക്ക് കയറുമ്പോൾ കുഞ്ഞ് നിനക്ക് എന്തൊക്കെ തരും പറ? അല്ലെ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ റൂമിലേക്ക് കയറുമ്പോൾ എന്നൊക്കെ തരും? സൾഫൂരിക് ആസിഡ് തരും ഇല്ലേ? ചിലപ്പോൾ സോഡിയം ക്ലോറൈഡ് തരും, പിന്നെ ടിഷ്യൂ പേപ്പർ തരും മുക്കി നോക്കാൻ കത്തണുണ്ടോന്നൊക്കെ അറിയാനായിട്ട്. ശരിയല്ലേ? ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തണ്ടേ? ഓരോ പ്രാക്ടിക്കൽ ഹോളിലേക്ക് കയറുമ്പോൾ എന്നാ തരും? മെറ്റീരിയൽസ് തരും. ഇതേപോലെ തന്ന മെറ്റീരിയൽസ് ആണ് ഭൂമി എന്ന ഈ ദൈവത്തിന്റെ സോൾ ട്രെയിനർ എക്സാം ഹോളിലേക്ക്, സോളുകളെ പരിശോധിക്കുന്ന എക്സാം ഹോളിലേക്ക് നാം കയറിയപ്പോൾ നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രമേ ഇന്ന് നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് ഇന്ന് ഉപയോഗിക്കുന്ന കാറ്, അതാണ് ഇന്ന് ഉപയോഗിക്കുന്ന വീട്, അതാണ് ദൈവം തന്ന കുഞ്ഞുങ്ങൾ, അതാണ് തന്ന മാതാപിതാക്കന്മാർ, അതാണ് തന്ന ഭവനം, അതാണ് ബാങ്കിലുള്ള പണം. ഇതെല്ലാം ആരുടെയാ? ദൈവത്തിൻ്റെതാ. ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ഇവിടെ വന്നപ്പോ കിട്ടിയതല്ലേ? പ്രാക്ടിക്കൽ ഹോളിലേക്ക് കയറിയപ്പോ ഒന്നും കയറ്റാനായിട്ട് അനുവദിച്ചില്ലല്ലോ. അവിടെ നിന്ന് തന്ന മെറ്റീരിയൽസ് മാത്രമല്ലേ ഉള്ളൂ. പേന പോലും ഇപ്പൊ എക്സാം ഹാളിൽ നിന്ന് കൊടുക്കണേ. മനസ്സിലായോ? തിരിച്ചു പോകുമ്പോ അവിടെ വെച്ചിട്ട് പോകണം. ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി പൊക്കോളണം. എല്ലാം പ്രാക്ടിക്കൽ മെറ്റീരിയൽസേ ഉള്ളൂ ഇവിടെ. എന്നിട്ട് എന്താ പറയണേ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോ ചെയ്തത് നല്ലതാകലും ചീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. അപ്പൊ ഇനി അടുത്ത ജീവിതം എങ്ങനെയുള്ള ജീവിതമാ? പ്രാപിച്ചോണ്ടുള്ള ജീവിതമാ. അടുത്ത ജീവിതം പ്രാപിച്ചോണ്ടുള്ള ജീവിതം. അടുത്ത ജീവിതം. ഗ്ലോറി. മനസ്സിലായോ? അതിന് ആ പ്രാപിക്കുന്നതിന്റെ എങ്ങനെ പ്രാപിക്കണമെന്ന് തീരുമാനിക്കേണ്ട ലൈഫാണിത്. മനസ്സിലായി? എങ്ങനെ പ്രാപിക്കണമെന്ന് തീരുമാനിക്കേണ്ട ലൈഫാ. കുഞ്ഞുങ്ങളെ ഇത്രേ ഉള്ളൂ, സിമ്പിളാ. രജിസ്റ്റർ ചെയ്യണം നമ്മളെല്ലാം ചെയ്യുമ്പോൾ. പക്ഷെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബോഡിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യരുത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളണം, ബോഡിയുടെ പേരിൽ അത്യാവശ്യം ഉണ്മാനം ഉടുപ്പാനുണ്ടെങ്കിൽ മതി. രജിസ്റ്റർ ചെയ്യുമ്പോൾ സോളിന്റെ പേര് അങ്ങ് ചെയ്തേക്കണം. മനസ്സിലായോ? സോളിന്റെ പേര് ചെയ്തേക്കണം. ഇതാ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഭൂമിയിലെ ബീസ് സിസ്റ്റത്തിന്റെ കീഴിൽ, ഭരണ കീഴിൽ, കർണത്തിന്റെ കീഴിൽ എത്ര രജിസ്റ്റർ ഓഫീസ് ഉണ്ടോ അവിടെയൊക്കെ എന്തൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ. ഇവിടെ ചർച്ച് പോലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, ലാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, വീട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ബോഡിയുടെ പേരിലാണ്. ഇതുണ്ടൊക്കെ സെമിത്തേരി വിഴുങ്ങും. ബോഡിയുടെ പേരിലാണ് രജിസ്ട്രേഷൻ വേണ്ടേ, സോളിന്റെ പേര് രജിസ്ട്രേഷൻ വേണം. ഗ്ലോറി. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഭൂമിയിലല്ല ശേഖരിക്കേണ്ടേ, ഉയർത്തി ശേഖരിച്ചോ. ഉയർത്തി ശേഖരിക്കണൊക്കെ സോളിന്റെ പേരിൽ, ഭൂമിയിൽ ശേഖരിക്കണതൊക്കെ ബോഡിയുടെ പേര്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, എങ്ങനെയാ സോളിന്റെ പേര് രജിസ്റ്റർ ചെയ്യണേ? ഭൂമിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാറുണ്ടല്ലോ, പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബോഡിയുടെ പേരിൽ അല്ലേ സോളിന്റെ പേര് രജിസ്റ്റർ ചെയ്യുക. ശ്രദ്ധിച്ചേ, ഇതാ നിങ്ങൾ ഈ ജീവന്റെ വചനങ്ങൾ ഇന്നലെ റാസൽ കൈമൽ പ്രസംഗിച്ചത്, ഇതാ ഈ കുടുംബം ഇന്ന് ഉച്ചയ്ക്ക് അത് ഓൾറെഡി ഭൂമിയിൽ ഈ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അവരെന്താ ചെയ്തെന്നറിയാമോ? യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തു, സോളിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവരുടെ ഈ വചനം ഭൂമിയിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞു, പരന്നു പോയി കഴിഞ്ഞു. ഇതിലൂടെ എത്ര സോള് കിട്ടുന്നുവോ സ്വർഗത്തിലെ ദൈവം അവരുടെ പേരിൽ അത് കണക്കിടും. മനസ്സിലാവുന്നുണ്ടോ? ഇതിവിടെ സെമത്തേരിക്ക് പിടിക്കാൻ പറ്റില്ല. ഇതിനെ സെമത്തേരിക്ക് പിടിക്കാൻ പറ്റില്ല. അത് ജീവന്റെ മൊഴികളാ. ഹല്ലേലൂയ. ഇതാ ഞങ്ങൾക്ക് കർത്താവ് ധ്യാന കേന്ദ്രം തന്നിട്ടുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ആ ധ്യാന കേന്ദ്രത്തിലൂടെ എത്ര സോളുകൾ അവിടെ എത്തുന്നുവോ അത് അവരുടെ പേരിൽ സ്വർഗത്തിൽ ദൈവം കണക്കിടും. ഗ്ലോറി. ഹല്ലേലൂയ. സോളിന്റെ പേരിൽ ഈ സമയത്ത് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊള്ളുക. സോളിന്റെ പേര്. ഗ്ലോറി. ബോഡിയുടെ പേര് കർത്താവ് പറഞ്ഞു ഉണ്മാനം ഉടുപ്പാനുണ്ടെങ്കിൽ മതി മക്കളെ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഉയരത്തിൽ സമ്പാദ്യങ്ങളെ ശേഖരിച്ചു കൊള്ളുവേൻ. ഉയരത്തിൽ സമ്പാദ്യങ്ങളെ ശേഖരിച്ചു കൊള്ളുവേൻ. ഹല്ലേലൂയ. അപ്പോ ഈ ജീവിതത്തിന്റെ അറ്റം മരണത്തിൽ തീരും. ഗ്ലോറി. അടുത്ത ജീവിതത്തിന് മരണമില്ല. ഈ ജീവിതത്തിൽ നമുക്ക് തരുന്നത് ഒന്നും സ്വന്തമായതല്ല, അന്യമായതാ. അന്യമായതിൽ വിശ്വസ്തമായാൽ അടുത്ത ജീവിതം നമുക്ക് സ്വന്തമായത് തന്ന് ജീവിതം തുടങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം പറഞ്ഞേ, അന്യമായതിൽ വിശ്വസ്തമായില്ല എങ്കിൽ സ്വന്തമായത് നിനക്ക് ആര് തരും? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അനീതിയുള്ള മാമോനിൽ, അതാണ് ഇന്ന് കിട്ടണുള്ളൂ. പിശാചിന്റെ കീഴിൽ കിടക്കുന്ന സമ്പത്ത് ഇന്ന് കൈ തരത്തുള്ളൂ. അത് അന്യമായതാ, അത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. സെമിത്തേരി കൊണ്ടുപോകും, എത്ര പിടിച്ചാലും സെമിത്തേരി കൊണ്ടുപോകും. അന്യമായതിൽ വിശ്വസ്തമായില്ല എങ്കിൽ സ്വന്തമായത് ആര് തരും? ഗ്ലോറി. ഹല്ലേലൂയ. അനീതിയുള്ള മാമോനിൽ വിശ്വസ്തനായില്ലെങ്കിൽ സത്യമായത് ആര് തരും? ഗ്ലോറി.
അപ്പോൾ പ്രിയ ജനമേ, ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചോളണം. എന്തുകൊണ്ടാണ് ബീസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്? ബീസ്റ്റിന്റെ സിസ്റ്റത്തിന്, ബീസ്റ്റിന്റെ മൃഗത്തിന് വിവേകമില്ല. അത് ജഡത്തെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഇന്ന് ഈ ലോകത്തിലെ സകല സിസ്റ്റങ്ങളും, എല്ലാ വിദ്യാഭ്യാസവും, ഏത് ഭൂമിയിലെ ഏത് സിസ്റ്റം എടുത്താലും അത് മുഴുവൻ ജഡത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ചെമ്പത്തേരിക്ക് അപ്പുറം ജഡം പോകുന്നതേ ഇല്ല. ഇതാ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ അപ്ലോഡ് ചെയ്ത ആ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റ്. കഴിയുമെങ്കിൽ നിങ്ങൾ പലർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ദൈവദാസന്മാർക്ക് സുബോധം വരട്ടെ. ഗ്ലോറി. എങ്കിൽ ജനത്തിന് സുബോധം വരും. ദൈവത്തിന്റെ വചനം പറയുന്നു, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അവിടെ ചെന്നിട്ട് പറയുന്ന രംഗമാണ്, ഞങ്ങൾ നിങ്ങളെ കർത്താവായി സ്വീകരിച്ചു. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് പറയുന്നു, അത്തരം പ്രവർത്തിക്കുന്നത് വിട്ടുപോ. ഗ്ലോറി. ഇത് എങ്ങനെയാണ് അവിടെ ചെല്ലുന്നേ? ഗ്ലോറി. അപ്പോൾ പ്രിയ ദൈവത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ കർത്താവ് പറയും, ഞാൻ ഇന്ന് മുൻകൂട്ടി പറഞ്ഞ എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഇടറിപ്പോകരുത്. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കൊടുക്കുന്ന നാഴിക വരുന്നു എന്ന് ചിന്തിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. ആമേൻ. അത് മുഴുവൻ ഒന്ന് വായിച്ചാട്ടെ, 4 വരെയും വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 4 വരെ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി പ്രഷറാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ വ്യക്തമായിട്ട് പറയാം. ആ സമയം വരുമ്പോൾ നിങ്ങൾ ഓർത്തോളണം, ഞാനിത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്തോളണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ സംഭവിക്കും? ഇടറും, വിശ്വാസത്തിൽ നിന്ന് താഴെ വീഴുവോ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം എന്നാ പറഞ്ഞെന്നറിയാമോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ആ ബീസ്റ്റില്ലേ, 7 തലയുള്ള ബീസ്റ്റ്, വെളിപ്പാട് പുസ്തകം 12-13 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ ഡ്രാഗൺ 7 തലയുള്ള വരുന്നു. 13-ാം അധ്യായത്തിൽ ബീസ്റ്റ് 7 തലയുള്ളത് വരുന്നു. അതിൻ്റെ ഒരു തലയ്ക്ക് മാരകമായ മുറിവ്, പക്ഷേ മുറിവ് പൊറുത്തു. ഗ്ലോറി. ആ മുറിവ് പൊറുക്കുന്നതാണ് വിശ്വാസത്യാഗത്തിൻ്റെ മാലപ്പടക്കം പൊട്ടാൻ പോകുന്നത്. വിശ്വാസത്യാഗത്തിൻ്റെ മാലപ്പടക്കം പൊട്ടാൻ പോകുന്നത് ആന്റിക്രൈസ്റ്റിന്റെ ഒരു തലയ്ക്ക് ഉണ്ടായ ആ മാരകമായ മുറിവ് പൊറുക്കുന്നതാണ് വിശ്വാസത്യാഗത്തിന്റെ മാലപ്പടക്കം. ഇന്നൊക്കെ ഉള്ളത് ചെറുത്. അത് കൂട്ടമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. കർത്താവിന്റെ വചനം പറയുന്നത്, ആ നാൾ വരുന്നതിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കണം. നിങ്ങൾ ചിന്തിക്കരുത് ഇതൊന്നും ദൈവം അറിയാതെയാണെന്ന്. ദൈവം ഇതൊക്കെ നന്നായി അറിഞ്ഞുകൊണ്ടാ. ഇത് മനസ്സിലാക്കുവാൻ, ഓ ലോർഡ് ഐ ലവ് യു, ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫോളിങ് അവേ, വിശ്വാസത്യാഗം. ആ 2:7 നമ്മൾ പറഞ്ഞിരിക്കുന്ന മനസ്സിലാക്കിയ കാര്യം, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഞാൻ ചിന്തിക്കുന്നത് 2:3 ചിന്തിക്കുന്നു. ഒന്നുകൂടി വായിച്ച ആ ഭാഗം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പൊ വിശ്വാസത്യാഗത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഇതിലെ വിശ്വാസത്യാഗത്തിന് ഒരു ഇതാ ആ മൃഗത്തിന്റെ മാരകമായ മുറിവ് പൊറുക്കുന്നതുമായൊരു ബന്ധമുണ്ട്. എന്താണ് മൃഗം? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് ആ മൃഗത്തെ കാണാം. ആന്റിക്രൈസ്റ്റ് ആണ് മൃഗം. കടലിൽ നിന്ന് കടന്നു വരുന്ന ആ മൃഗത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. ശ്രദ്ധിച്ചേ, 7 തലയുള്ള ആ മൃഗം, 7 തല എന്താണ് കാണിക്കുന്നതെന്ന് നാം മുൻപേ മനസ്സിലാക്കി. ഈ ലോകത്തുള്ള 7 സാമ്രാജ്യങ്ങളാണ് കാണിക്കുന്നത്. ഒറ്റ ഉടലേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന്റെ പുറകിലുള്ള ഒരാളാണ്.
ഒറ്റ ആളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതായത് 2000 വർഷം ഏകദേശം ആ സമയത്ത് ദൈവത്തിൻ്റെ ദാസൻ ഈ ലേഖനം എഴുതുമ്പോൾ ഇതാ അന്നേ പറയുകയാണ് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നാ ഉണ്ട്? ആൻറ്റി ക്രൈസ്റ്റ് ഉണ്ട്, പക്ഷെ വെളിപ്പെടുന്നില്ല. ഇന്ന് വരാൻ പോകുന്ന അവസ്ഥയിലേക്ക് വെളിപ്പെട്ടിട്ടില്ല. ഗ്ലോറി. ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ ആ എപ്പിസോഡ് മനസ്സിലാക്കുക. ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള എപ്പിസോഡ് ഇതാ നെറ്റിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ. അതിൻ്റെ പ്രത്യേകത ഇത്രയാണ്: ക്രൈസ്റ്റ് നമ്മുടെ സോളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ സോളുകളെ പിടിക്കുന്നവർ ആക്കുന്നു. ആൻറ്റി ക്രൈസ്റ്റ് സോളിലേക്കല്ല, ബോഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ക്രൈസ്റ്റ് നമ്മളോട് പറയുന്നു മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ പറയുന്നു. ആൻറ്റി ക്രൈസ്റ്റ് നമ്മളെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതാ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. രണ്ടും രണ്ട് തലത്തിലേക്കാണ്. ഈ ലോകം കൊണ്ട് ആൻറ്റി ക്രൈസ്റ്റ് എന്ത് ചെയ്യുന്നറിയാമോ? ലോകം കൊണ്ട് നമ്മുടെ അകത്തുള്ള ദൈവരാജ്യത്തിൻ്റെ ദർശനത്തെ മറയ്ക്കുന്നു. ഗ്ലോറി. ഇതുകൊണ്ടാണ് സ്വർഗരാജ്യം വയലിൽ ലോകത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി ആണെന്ന് മത്തായി 13:44 പറയുവാനായിട്ട് ഇടയായിരിക്കുന്നത്. ഇത് പിശാച് ചെയ്യുന്ന പണിയാണ്. ഇതുകൊണ്ടാണ് 2 Corinthians 4:4 പറയുന്നത് ദൈവപ്രതിമയായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം. അതെന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി. എങ്ങനെ? ലോകം എന്ന ദർശനം കൊടുത്തുകൊണ്ട്, ശരീരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ലോകം എന്ന ദർശനം കൊടുത്തുകൊണ്ട്. അപ്പൊ ആന്റി ക്രൈസ്റ്റ് മനുഷ്യന്റെ ബോഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു, ക്രൈസ്റ്റ് മനുഷ്യന്റെ സോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനമാണ് സാൽവേഷൻ ഓഫ് അവർ സോൾ. അത് വരാൻ പോകുന്നതേ ഉള്ളൂ വിശ്വാസികളുടെ ജീവിതത്തിൽ. ഇതുകൊണ്ടാണ് 1 Peter 1:9 പറയുന്നത് ദ എൻഡ് ഓഫ് അവർ ഫെയ്ത്ത് ഈസ് ദ സാൽവേഷൻ ഓഫ് അവർ സോൾസ്. അപ്പോൾ പ്രിയരെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഫോളിങ് അവേയും ഇതാ പിശാചിന്റെ, അതായത് ആന്റി ക്രൈസ്റ്റിന്റെ, പിശാചിന്റെ പ്രതീതിയായ ആന്റി ക്രൈസ്റ്റിന്റെ ഇതാ തലയിലെ മാരകമായ മുറിവ് ഉണങ്ങുന്നതും തമ്മിലുള്ള ബന്ധമുണ്ട്. എപ്പോഴാണോ മുറിവ് ഉണങ്ങുന്നത് അന്നാണ് വിശ്വാസത്യാഗത്തിന്റെ ഒരു മാലപ്പടക്കം പോലെ വിശ്വാസത്യാഗം സംഭവിക്കാൻ പോകുന്നത്. വായിച്ചോട്ടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ശ്രദ്ധിച്ച് മതി. അതിന്റെ പുറകിൽ നിൽക്കുന്നത് ആരാണെന്ന് വ്യക്തമായി മഹാസർപ്പമാണ്. ഗ്ലോറി. റെവലേഷൻ 12 വെളിപ്പെടുന്ന 7 തലയുള്ള മഹാസർപ്പമാണ് ആരുടെ പുറകില്? ഈ ബീസ്റ്റിന്റെ, മൃഗത്തിന്റെ പുറകില്. ബീസ്റ്റിനെ കാണാൻ പറ്റും, സർപ്പത്തെ കാണാൻ പറ്റില്ല. സർപ്പം സ്പിരിച്വലാണ്, ബീസ്റ്റ് ഫിസിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ബീസ്റ്റ് ഒരു മനുഷ്യ ശരീരമുണ്ട്. ഗ്ലോറി. എന്നാൽ സർപ്പത്തിന് ശരീരം ഇല്ല. എന്നാൽ ഈ ബീസ്റ്റിന്റെ പുറകിൽ നിൽക്കുന്നത് സർപ്പമാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ ഒരു വേവ് പോലെയാണ് ഇത് വരാൻ പോകുന്നത്. ഒരു വേവ് പോലെ അവൻ്റെ ആ തലയിലെ മുറിവ് ഉണങ്ങുമ്പോൾ ആ മുറിവ് ഉണങ്ങുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയാമോ? 2 കാര്യങ്ങളെ സംഭവിക്കും. ആ മുറിവ് ഉണങ്ങുന്നത് ഇതാ സംഭവിക്കാൻ പോകുന്നത് സത്യവിശ്വാസികളെയും ഡ്യൂപ്ലിക്കേറ്റിനെയും തിരിച്ചറിയാൻ പോകുന്ന സമയമാണത്. ഇറ്റ്സ് ലൈക്ക് എ സുനാമി. അതായത് ഈ സുനാമി വരുമ്പോൾ, അതായത് ദൈവികമായ ഒരു സുനാമി, ഇറ്റ്സ് എ സ്പിരിച്വൽ സുനാമി. ഈ സുനാമി വരുമ്പോൾ സംഭവിക്കുന്നത് ഈജിപ്തിൽ നിൽക്കുന്നവരെയും ഈജിപ്തിന്റെ ദർശനത്തിൽ മരുഭൂമി നിൽക്കുന്നവരെയും 2 എണ്ണത്തിനെയും കൂടി വലിച്ചെടുത്തുകൊണ്ട് പോകും. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ അറിയാം, ഈ വലിയ തിരമാല അടിച്ചു കയറുമ്പോൾ, സുനാമി കയറി വരുമ്പോൾ, ഞാൻ കണ്ടിട്ടുണ്ട് ചിത്രത്തില്, അവിടെ അടിസ്ഥാനമില്ലാത്ത എല്ലാം ഒഴുകിപ്പോവും. അടിസ്ഥാനമില്ലാത്തതൊക്കെ ഒഴുകിപ്പോവും. വെള്ളം കയറി വരുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാറുകളൊക്കെ ഒഴുകി പോകണമാണ്. കാറുകൾ, അവിടെയുള്ള സാധാ ക്രമീകരണങ്ങൾ, അധികം താഴ്ചയില്ലാത്ത വൃക്ഷങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? കട്ടപ്പൊഴുക്കി എടുത്തുകൊണ്ട് പോകും. പക്ഷെ വലിയ വലിയ ബിൽഡിങ്ങുകൾ, പില്ലറ് താത്തി ഇട്ടിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ അവിടെ നിൽക്കും. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ ഒക്കെ ചുറ്റും പോകും. പക്ഷെ ഇതൊക്കെ അവിടെ നിൽക്കും, ഇടയാകും. ഗ്ലോറി. ഇതേപോലെ തന്നെ ഇതാ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇത് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുക, അല്ലാത്തവൻ ഇതാ മണൽമേ പണിയുകയാണ്. വൻ മഴ വരും, വെള്ളം പൊങ്ങും, കാറ്റടിക്കും. എന്ത് ചെയ്യും? ഇതെന്തിനാ? അതപ്പോൾ ഇത് വരും എന്നുള്ളത് ഉറപ്പാ.
ഏമേ, ഇതാ ആ വെള്ളം പൊങ്ങും. ആ വെള്ളം എന്താ ചെയ്യാൻ പോണേ? ഇതാ യഥാർത്ഥത്തിൽ ചെയ്യണത് പാറമേലാണോ പണിതിരിക്കുന്നേ അല്ല എങ്കിൽ മണലുമേലാണോ പണിതിരിക്കുന്നതെന്ന് ഇതാ അവിടെ വെച്ച് തെളിയും. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതാ മുമ്പിലേക്ക് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോ നടക്കുന്നത് അതിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. മുമ്പിൽ നടക്കുന്ന സിറ്റുവേഷൻ, ആന്റി ക്രൈസ്റ്റ് വെളിപ്പെട്ട അവ ചെയ്യാമെന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വാങ്ങുവാനും വിൽക്കുവാനും ആന്റി ക്രൈസ്റ്റിന്റെ മാർക്ക് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന ഷാജി, റൈജു, മേരി, ഇങ്ങനെ പേരിലറിയപ്പെടുന്ന നമ്മൾ ഇനി പേരിലറിയപ്പെടുന്ന നിൽക്കും. നമ്മൾക്കിനി ഒരു IPv6 ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 6 ഒരു നമ്പർ കിട്ടും. അത് ഗവൺമെന്റ് മൃഗീയമായ ഗവൺമെന്റ് തരുന്ന നമ്പറാണ്. ഇന്ന് അതായത് നമ്മളെല്ലാം ഒരു ഡിവൈസ് ആയിട്ട് മാറും, ഒരു ഉപകരണമായിട്ട്, ഗാഡ്ജറ്റ് ആയിട്ട് മാറും. വെറും ഗാഡ്ജറ്റ് അല്ല, ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഗാഡ്ജറ്റ് പോലെയാകും, വയർലെസ് ടൈപ്പ്. ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറും. അതിൻ്റെ ഡീറ്റെയിലുകൾ പുറമേ മനസ്സിലാക്കി തരും. 128 ബിറ്റുള്ള 128 ബിറ്റുള്ള ഒരു നെറ്റ്വർക്ക് ഉപകരണം ഒരു RFID സഹായത്തോടെ, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ്റെ സഹായത്തോടു കൂടെ ഇതാ ഗവൺമെന്റ് മനുഷ്യന്റെ ഉള്ളിൽ കൊണ്ടുവരും. അതിൻ്റെ തുടക്കമാണ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ, ക്യാഷ്ലെസ് സൊസൈറ്റി, പണം ഉപയോഗിക്കാതെ. അതിൻ്റെ ഒരു തുടക്കം മാത്രമായി ഇപ്പൊ ഇന്ത്യയെ കാണുന്നത്. ഇതാ പെട്ടെന്ന് ചില മാനുഷിക റീസണുകൾ പറഞ്ഞ് ഇതാ നോട്ടുകൾ പിൻവലിച്ചതിൻ്റെ പുറയിലെ ലക്ഷ്യം ഗവൺമെന്റ് അധികൃതർ വെളിപ്പെടുത്തുന്നത് ഡിജിറ്റൽ ഇന്ത്യ, ക്യാഷ്ലെസ് സൊസൈറ്റി. ആരും ഇനി ക്യാഷ് കൊണ്ട് നടക്കേണ്ട ആവശ്യം ഇല്ല. എല്ലാം ഇതാ ചിപ്പ്, കയ്യിലുള്ള കാർഡിലുള്ള ചിപ്പിലേക്ക് മാറുകയാണ്. ഈ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് വളരെയധികം ദയനീയമായ സ്റ്റേജാണ് അവിടെ കാണുവാനായിട്ട് ഇടയായത്. ഇതാ ജനത്തിൻ്റെ കയ്യിൽ പണമില്ല. കാര്യങ്ങളെ വാങ്ങിക്കാൻ ചെല്ലുന്നു കഴിഞ്ഞാൽ പണം ചോദിച്ചാൽ പഴയ പണം കൊടുത്താൽ അവരെടുക്കത്തില്ല. പുതിയ പണം വേണമെങ്കിൽ ബാങ്കിൽ ഒരു ദിവസം ക്യൂ പോയി നിൽക്കണം. അത് റോട്ടിലേക്ക് നടക്കുന്ന ക്യൂ ആ. പക്ഷെ ക്യൂ പാസ്സായി അവിടെ ചെന്നാൽ കിട്ടുന്നത് 2000 രൂപ മാറ്റി കിട്ടുന്നത്. ജനത്തിൻ്റെ കയ്യിൽ പണമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ പറയുണ്ടായി, ഈ 2000 രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഒരു ധ്യാനം നടത്തണമെങ്കിൽ 1000 രൂപ വേണം. ഇത് ചെയ്തിട്ട് എന്നെ എന്ത് ചെയ്യാനാ? അവസാനം എൻ്റെ അമ്മയ്ക്ക് കാർഡ് ഉപയോഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ. അമ്മ അവസാനം കാർഡിന് അപ്ലൈ ചെയ്തു. കാരണം ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. അതിന് ഒരാഴ്ചയിൽ മാക്സിമം കൊടുക്കുന്നത് 24,000 രൂപയാണ് ഒരാഴ്ചയിൽ. അതിൽ കൂടുതൽ കിട്ടത്തില്ല. പണം ജനത്തിൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ കയ്യിലുള്ള മണി കടലാസിലില്ല, പേപ്പറിലില്ല. ഗ്ലോറി, വാല്യൂ എവിടെയില്ല? പേപ്പറിലില്ല. നമ്മുടെ വാല്യൂ പേപ്പറിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം വരുന്നത്. പേപ്പറിലില്ല. ഇപ്പോൾ അവർ പറയുന്ന വാല്യൂ ഇനി പേപ്പറിലല്ല, വാല്യൂ ഇനി ചിപ്പിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഈ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. വാല്യൂ പേപ്പറിൽ നിന്ന് വേണമെങ്കിൽ ഭൂമിയിലേക്ക് മാറ്റാം, ലാൻഡിലേക്ക് മാറ്റാം. വാല്യൂ പേപ്പറിൽ വെക്കാതെ നമുക്ക് വേണമെങ്കിൽ ഈ വാല്യൂ മറ്റു പല സ്വർണത്തിലേക്ക് വാല്യൂ മാറ്റാം. വാല്യൂ മാറുകയാണ്.
ഇതോ വേല് മുഴുവൻ മാറിയിട്ട് അവസാനം ഇതാ കാർഡിലെ ചിപ്പിലേക്ക്, ആ കാർഡ് സംവിധാനത്തിൽ ചിപ്പുണ്ട്, ആ ചിപ്പിലേക്ക് മാറുകയാണ്. അങ്ങനെ ഇതാ ധാരാളം കാർഡ് സംവിധാനത്തിൽ മാത്രം മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്കാണ് ഇത് വരുന്നത്. ഈ കാർഡുകൾ മുഴുവനും കൂടെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്തത് പറയാൻ പോകുന്നത് കാർഡുകൾ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കാർഡുകളെല്ലാം കൂടി ഒരു കാർഡാകുന്നു. ID കാർഡ് എന്ന് പറയുന്ന രീതിയിൽ ഒരു കാർഡാകുന്നു. ആ ഒറ്റ കാർഡ് മതി കാര്യങ്ങൾ. തുടർന്ന് അടുത്തത് വരാൻ പോകുന്നത്, ഈ കാർഡുകൾ പുറമേ വെച്ച് കഴിഞ്ഞാൽ ഇത് കളവ് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ കാർഡുകൾ വളരെ നല്ല ട്രാൻസാക്ഷൻ, ഈ കാർഡുകളിലെ ചിപ്പ് മാത്രം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു. അത് ഇതാ പുറമേ നോക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുമെങ്കിലും ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ആരാണ് മൃഗത്തിന് അധികാരം കൊടുത്തിരിക്കുന്നത്? സർപ്പവ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകെ നിൽക്കുന്നത് പിശാചിൻ്റെ ഇൻവിസിബിൾ ഗവൺമെൻറ്റാണ്. പിശാചിൻ്റെ ഇൻവിസിബിൾ ഗവൺമെൻറ്റിൻ്റെ പുറകെ നിൽക്കുന്നത് കൊണ്ട് ഈ ചിപ്പ് അകത്തെടുക്കുമ്പോൾ അതിനോടുകൂടെ പിശാചുക്കളും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. ജസ്റ്റ് ലൈക്ക് ഒരു കൂടോത്രം പോലെ, ബ്ലാക്ക് മാജിക് പോലെ ഇതാ കൂടോത്രം ചെയ്തുകൊണ്ട് വയ്ക്കുന്നില്ല. അതൊരു മെറ്റീരിയലാണ്. ഫിഫ്ത്ത് കിങ്ഡത്തിൻ്റെ അതായത് ഫിസിക്കൽ മെറ്റീരിയലിൻ്റെ മേൽ പിശാചിൻ്റെ അവകാശം. ഇതുകൊണ്ടാണ് ഭൂതം ഇളകുമ്പോൾ ഇതാ കഴിച്ചിരിക്കുന്ന വസ്തു ദഹിക്കാതെ കിടക്കുന്നത്, ഛർദ്ദിക്കുന്നത് നിങ്ങൾക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയും. കാരണം ആ അവകാശം ഇതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതാ മെറ്റീരിയലുകളിൽ നമ്മുടെ ഉള്ളിലേക്ക്, ശരീരത്തിലേക്ക് ഇത് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇത് വെറും ഈ ലോകത്തിൻ്റെതായ ജ്ഞാനം മാത്രമല്ല, പിശാചിൻ്റെ ജ്ഞാനമായി. ഇതുകൊണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വരും കാലങ്ങളിൽ ഇതാ 3 ജ്ഞാനത്തെക്കുറിച്ച് പഠിക്കണം. ഈ ലോകത്തിൻ്റെ ജ്ഞാനം, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ പിശാചുക്കളുടെ ജ്ഞാനം, അതിൻ്റെ മുകളിലുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം. ഈ 3 ജ്ഞാനങ്ങൾ ഒരുമിച്ച് പഠിച്ചാലേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. ഇതാ ഈ ചിപ്പ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ്. പക്ഷേ അതിൻ്റെ പുറകെ നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്, പിശാചാണ്. ആ വ്യക്തി എന്ത് ചെയ്യും? പിശാച് എന്ത് ചെയ്യും? ഇതിലേക്ക് തൻ്റെ ഡിമോണിക് ഫോഴ്സുകളെ നിറയ്ക്കും. ഈ ഡിമോണിക് ഫോഴ്സുകളെ ഓൾറെഡി ഇവനോട് വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കണ്ടു, ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 എടുത്ത് ഭൂമിയിലേക്ക് വിന്യസിച്ച് കളഞ്ഞു. എന്തിനു വേണ്ടി? സ്ത്രീ പ്രസവിക്കുന്ന ശിശുവിനെ വിഴുങ്ങാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ലക്ഷ്യം മുഴുവൻ ഇതാ സഭയുടെ ഉള്ളിൽ നിന്ന്, വിളിക്കപ്പെട്ടവരുടെ ഉള്ളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉണ്ടാകരുത്. ഇതാണ് ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഒരു മാർഗമായിട്ടാണ് ഇത് അകത്തേക്ക് കടന്നു വരാൻ പോകുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, അങ്ങനെ നിങ്ങൾ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല. കാരണം പിന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഭൂതമായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്, ഭൂതത്തിൻ്റെ ചിന്തകളായിരിക്കും നിങ്ങൾക്ക് വെളിപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയിൽ കടന്നു വരാൻ പറ്റില്ല. മാത്രമല്ല, അങ്ങനെ ചിപ്പെടുക്കുന്നവരെ ഇതാ ദൈവക്രോധത്തിൻ്റെ അഗ്നിയിലേക്ക് അവർ വീഴുവാനായിട്ട് ഇടയാകും. ദൈവം അവരെ തള്ളിക്കളയുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇങ്ങനൊരു അവസരം നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഇതാ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ജനത്തിൻ്റെ കയ്യിൽ പണമുണ്ട്. അവരുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ ആ പണം പേപ്പറിലില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ പണം, ആ വാല്യൂ പേപ്പറിലില്ല. ഇതാ ബാങ്കുകളുടെ മുമ്പിലുള്ള ഇടിയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഗ്ലോറി എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു 2000 രൂപയ്ക്ക് വേണ്ടി. ഒരു ദിവസം കിട്ടുന്നത് 2000 രൂപ, അതിനുള്ള ഇടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇതെല്ലാം ഒരു ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇതാ നമ്മുടെ നാട്ടിലെ മറ്റൊരു ബാങ്കിന്റെ മുമ്പിലുള്ള ക്യൂ. ഇതൊക്കെ ബാങ്കിന്റെ ഉള്ളിലല്ല ക്യൂ, റോട്ടിലാ ക്യൂ. ഗ്ലോറി. അപ്പോൾ ഇതാ അവിടുത്തെ ബഹളം. ആ 2000 രൂപ കിട്ടണമെങ്കിൽ ഇതാ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ഫോം ഫില്ല് ചെയ്യണം. ആ ഫോം മേടിക്കാനുള്ള ഇടിയാണ് അഴി കാണുന്നത്. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ സ്റ്റേജിലേക്കാണ് ഇതാ കാര്യങ്ങൾ കടന്നു വരുന്നത്. ഇതിപ്പോൾ തൽക്കാലത്തേക്കുള്ള കാര്യമാണ് എങ്കിൽ, ഇതാ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഇതാ 2000 രൂപയ്ക്ക് ഇത്ര ഇടിയാണ് എങ്കിൽ ഇതാ 2000 രൂപ പോലും ഇല്ല. പകരം ഇതാ ചിപ്പ് എടുക്കാത്തവനെ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചോ അത്
എപ്പോഴാണ് ഈ മൃഗത്തിന്റെ തലയ്ക്ക് അടിയേറ്റത്? ഒരു തലയ്ക്ക് അടിയേറ്റുള്ളൂ. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പഠിച്ചു. എപ്പോഴാണ് അടിയേറ്റേ? ക്രൂശിൽ വെച്ച് റോമ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 തലയിൽ ആദ്യത്തേത് ഇതാ ഈജിപ്ത്, രണ്ടാമത്തേത് അസീറിയ, മൂന്നാമത്തേത് ബാബിലോൺ, നാലാമത്തേത് മേദ്യ പേർഷ്യ, അഞ്ചാമത്തേത് കടന്നു വരുമ്പോ ഗ്രീസ്, ആറാമത്തേത് റോമ. അതാണ് യേശുവിന്റെ സമയം. അപ്പോഴാണ് അവന്റെ തലയ്ക്ക് അടിയേറ്റത്, മാരകമായ മുറിവ് സംഭവിച്ചത്. എന്താ സംഭവിച്ചേ? കർത്താവ് യേശു മത്തായി 12:29 പറയുന്നു, കുടുംബത്തിലെ നാഥനെ തകർത്തിട്ടല്ലാതെ അവിടുന്ന് ഒന്നും മോഷ്ടിക്കാൻ കഴിയത്തില്ല. അടിച്ചു തലയ്ക്ക്. പിശാച് ചിന്തിച്ചില്ല ഈ അടി കിട്ടുമെന്ന്. പുറകിൽ നിന്നായിരുന്നു അടി കിട്ടിയത്. അടിച്ച് താഴെ വീണു, തലയ്ക്ക് പരിക്കേറ്റു, അവന്റെ തല തകർന്നു. ഈ സമയത്ത് കിടക്കുന്ന സമയത്താണ് അവന്റെ കിങ്ഡത്തിലുള്ള ആളുകൾ ഇതാ യേശുവിന്റെ സുവിശേഷം കൂടി ഇതാ രക്ഷിക്കപ്പെട്ട് പുറത്തേക്ക് പോരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അവന്റെ കിങ്ഡത്തിലുള്ള ആളുകൾ എങ്ങനെ അടികിട്ടി? പുറയുന്ന അടികിട്ടി. പിശാച് അറിഞ്ഞില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ദൈവത്തിന്റെ ഈ ജ്ഞാനം അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. പുറകിന്ന കിട്ടിയ അടി, പുറകിന്ന അടി കിട്ടിയത്. അമ്മേ, പുറകിൽ നിന്ന് അടി കിട്ടിയ ആള് താഴെ വീണു, അവന്റെ തലയ്ക്ക് മാരകമായൊരു മുറിവേറ്റു. അന്ന് മുതൽ ഇതാ യേശുവിന്റെ സുവിശേഷത്തിലൂടെ ആളുകൾ ഇതാ സഭയിലേക്ക് കയറാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ദൈവവചനം പറയാ, ആ മുറിവ് പൊറുക്കാൻ പോവുക, ആ മുറിവ് പൊറുക്കാൻ പോവുക. ലോകത്തിലെ ജനങ്ങൾ അത് കണ്ട് അതിശയിക്കും. മാരകമായ മുറിവ് ഇവന്റെ തലയ്ക്കുണ്ടായിരുന്നു, അത് പൊറുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ജനം ഇതാ അവനെ ആരാധിക്കാൻ തുടങ്ങുകയായി. വായിച്ചേ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. 13-ന്റെ 1. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. Glory to God. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ 1 മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. തലകളിൽ 1, എല്ലാത്തിനും ഇല്ല, തലകളിൽ 1 മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അതിന്റെ മരണകരമായ മുറിവിന് എന്തു പറ്റി? പുറത്തുപോയി. അതുകൊണ്ട് സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. സർവഭൂമിയും the whole earth wondered after the beast. കണ്ട് വിസ്മയിച്ചു, അതിശയിച്ചു. ഇനി അടുത്തത്, മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. പിശാചിനും ആരാധന, ആന്റിക്രൈസ്റ്റിനും ആരാധന, വർഷിപ്പ്. രണ്ടുപേർക്കും ജനങ്ങൾ ദാ അവരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അവരെ ആരാധിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം മുറിവ് പൊറുത്ത് പോയി. നിങ്ങൾക്ക് കാണാം എങ്ങനെയായി മുറിവ് പൊറുക്കണേന്നറിയാമോ? എപ്പോഴാണ് ഈ അവസ്ഥ കയറി വരുന്നതെന്നറിയാമോ? ഇതാ എപ്പോഴാണ് ദൈവവചനത്തിൽ പറയുന്ന ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? ആ വായിച്ച വേദഭാഗത്ത് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതാ അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വായിച്ച്. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ശ്രദ്ധിച്ചേ, വാങ്ങാനും പറ്റില്ല, വിൽക്കാനും പറ്റില്ല. ക്യാഷ്ലെസ് സൊസൈറ്റി. ഗ്ലോറി. വാങ്ങണമെങ്കിൽ, നിങ്ങളൊരു കാര്യം ഉണ്ടാക്കിയത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ചിപ്പ് വേണം. ID ഇല്ലാത്തവന് ഒരു പരിപാടി നടക്കത്തില്ല. നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ഓഫീസുകളിലോ ഒരു കടകളിലോ ട്രാൻസാക്ഷൻ പോകാൻ പറ്റത്തില്ല. ഗ്ലോറി. എല്ലാ കടകളിലും സ്കാൻ ചെയ്ത് കൊണ്ടുവരും. എന്ത് സാധനം കൊടുക്കുമ്പോൾ അവർ നമുക്ക് പൈസ എങ്ങനെയായിരിക്കും തരുന്നത്? കയ്യിൽ എണ്ണി തരികയല്ല, നമ്മുടെ സ്കാൻ ചെയ്യുക, ആ ചിപ്പിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത്. ഗ്ലോറി, ഹല്ലേലൂയ.
ഒരു സാധനം വാങ്ങണമെങ്കിൽ ഇതാ പണം കൊടുക്കുന്നത് എങ്ങനെയാ, അത് നിങ്ങൾക്കറിയാം. ഇന്ന് കാർഡ് സ്വൈപ്പ് ചെയ്യുക, മറ്റേത് കാർഡല്ല, നിങ്ങളുടെ കയ്യിലാണ് ആ ചിപ്പുള്ളത്. ഗ്ലോറി. അങ്ങനെ ഈ ചിപ്പിലൂടെയാണ് സകല ഇടപാട്. ഈ ചിപ്പിലാണ് നിങ്ങളുടെ നമ്പർ ഉള്ളത്. 128 ബിറ്റിന്റെ ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ കാണും. കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിന് അവർക്ക് മനസ്സിലാവുന്ന മനസ്സിലാവുന്ന ഒരു നമ്പറുണ്ട്, IPv4. പക്ഷെ വരാൻ പോകുന്നത് IPv4 അല്ല, IPv6 വരാൻ പോകുന്നത്. IPv4 32 ബിറ്റ് മാത്രമുള്ള ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നമ്പറാണ്. അതിന് 4.3 ബില്യൺ ഗാഡ്ജറ്റുകൾക്ക് നമ്പർ കൊടുക്കാനേ പറ്റത്തുള്ളൂ എറൗണ്ട്. എന്നാൽ IPv6ന് 4.3 ബില്യൺ അല്ല. കാരണം ഇന്ന് മാത്രം 7.4 ബില്യൺ ജനങ്ങൾ ഏകദേശം ഭൂമിയിലുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഓരോ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുത്താൽ ഒരെണ്ണം പോലും മാറിപ്പോകത്തില്ല, എല്ലാവർക്കും നമ്പർ കിട്ടും. IPv6ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ട്രില്യൺ കണക്കിന് ഗാഡ്ജറ്റുകൾക്ക് നമ്പർ കൊടുത്താലും തീരത്തില്ല. അതേപോലെ 128 ബിറ്റിന്റെ ഒരു നമ്പറിംഗ് സിസ്റ്റം കയറി വരികയാണ്. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ സംഭവം. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്പർ IPv4, പക്ഷെ എൻ്റെ തൊട്ട് പുറകെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം IPv6 പേര് കിടക്കുന്നുണ്ട്. കാരണം ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ എത്ര ഗാഡ്ജറ്റുകൾ ഉപകരണങ്ങൾക്ക് വേണമെങ്കിലും, മനുഷ്യനൊരു ഉപകരണമായി തീരാൻ പോവുകയാണ്, ഉപകരണങ്ങൾക്ക് വേണമെങ്കിലും നമ്പർ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഗ്ലോറി. ഹല്ലേലൂയ. അതായത് അങ്ങനെ സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള പ്രിന്റർ നമുക്ക് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്യാം. ഗ്ലോറി. ഹല്ലേലൂയ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യും. ഇതാ ആ സംഭവത്തോട് ചേർന്ന് ആന്റി ക്രൈസ്റ്റിന് നമ്മളെ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളെ ട്രാക്ക് ചെയ്യാം, നമ്മുടെ ഹൃദയത്തിൽ എന്ത് പ്രേരണ വേണമെങ്കിലും തരികയും ചെയ്യാം. ഗ്ലോറി. എല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലായി കഴിഞ്ഞു. നമ്മളെ പിടിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു ദൈവ പൈതലും ഇതിലേക്ക് കടന്നു പോകരുത്. പക്ഷേ അത് സംഭവിക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? ഇന്ന് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ദൈവവചനം മുടക്കുന്ന വ്യക്തികൾ. ഞാനൊരു കാളയെ വാങ്ങിച്ചു, എനിക്ക് ഒരു ഓവർടൈം ഉണ്ട്, ഞാനൊരു വിവാഹം കഴിച്ചു, ബൈബിളിൽ പറഞ്ഞ എക്സാമ്പിളൊക്കെ ഈ പറയുന്നേ. ഗ്ലോറി. എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ സദ്യക്ക് കടന്നു വരാത്ത വ്യക്തികൾ, ആ വ്യക്തികളുടെ മുൻപിലേക്ക് ഇങ്ങനെ ഒരു സംഭവം വരികയാണ്. നാളെ മുതൽ നിനക്ക് വാങ്ങാനും പറ്റില്ല, വിൽക്കാനും പറ്റില്ല, ഈ ചിപ്പ് എടുത്താൽ മാത്രമേ. നമ്മുടെ നാട്ടിൽ വന്ന സിസ്റ്റം മനസ്സിലായോ? വൈകിട്ട് 8 മണിയായപ്പോൾ ഞാൻ അറിയണത് TV ഫ്ലാഷ് ന്യൂസ് പോകുന്നു. ഇന്ന് രാത്രി 12 മണി മുതൽ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയിരിക്കുന്നു. ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് രാത്രി 12 മണി മുതൽ. വ്യക്തമായിട്ട് ഓർക്കുന്നു, എൻ്റെ അമ്മുമ്മ മരിച്ചു കിടക്കുക അവിടെ. ആ സമയത്താണ് ആ വീട്ടില് ആ ഫ്ലാഷ് ന്യൂസ് വരുന്നത്. അവിടെ വെച്ച് ഞാനിത് അറിയുന്നത്. ഇന്ന് രാത്രി 12 മണി മുതൽ ഇതേപോലെ ഒരു അനൗൺസ്മെന്റ് വരും. ഇന്ന് മുതൽ മുഴുവനായും ക്യാഷ് ട്രാൻസാക്ഷൻ അവസാനിപ്പിച്ചു. ചിപ്പില്ലാത്തവർക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയില്ല. ബൈബിൾ എഴുതി വെച്ചേക്കണം. ഗ്ലോറി. എന്ത് ചെയ്യും ആളുകൾ? പറ. ഒന്നില്ലെങ്കിൽ സ്റ്റാർ ടു ഡെത്ത്, പട്ടിണി കിടന്ന് മരിക്കുക. അല്ല എങ്കിൽ പോയി ക്യൂ നിന്ന്, ഇപ്പൊ കണ്ട ക്യൂ പോലെ, രാവിലെ ചിലപ്പോൾ വൈകിട്ടെല്ലാം കിട്ടുമായിരിക്കാം, ക്യൂ പോലെ ക്യൂ നിന്ന് ചിപ്പ് എടുക്കുക. ഒരു നല്ല ഒരു ശതമാനം ആളുകളും കിങ്ഡത്തിന്റെ ദർശനമില്ലാത്ത എല്ലാം പോയി ചിപ്പെടുക്കും. കാരണം നാളെ ബിസിനസ് നടത്തണ്ടേ, നാളെ സാലറി മേടിക്കൊടുക്കണ്ടേ, നാളെ സാധനം വാങ്ങിക്കണ്ടേ, നാളെ ശമ്പളം എടുക്കണ്ടേ, നാളെ ജീവിക്കണ്ടേ. എന്ത് സംഭവിക്കും? അവർ വിശ്വാസത്തിന് താഴെ വീഴും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവന്റെ മുറിവ് പൊറുത്തു. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണുവാനായിട്ട് കഴിയും. അവന്റെ തലയ്ക്ക് കണ്ട അടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു കാൽവരി ക്രൂശിൽ യാഗമായപ്പോൾ
ഇതാ പിശാചിന്റെ തലയ്ക്ക് കൊണ്ട് അടിയാ നിങ്ങൾ ഈ കാണുന്നത്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ കാൽവരി ക്രൂശിലോടുകൂടി യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. യേശുവിലേക്ക് വരുന്ന ജനം, ആ കാൽവരി ക്രൂശ് എന്ന പാതയിലൂടെ യേശുവിലേക്ക് വരുന്ന ജനത്തെയാണ് നിങ്ങൾ കാണുന്നത്. യോഹന്നാൻ 12:32 പറഞ്ഞ്, ഇതാ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൊളോസ്യ ലേഖനം 2:13 പറയുന്നത്, ക്രൂശിൽ വെച്ച് എന്നാ ചെയ്തു? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. ജയ ഉത്സവം കൊണ്ടാടി. പുറകിന്ന് കിട്ടിയ അടി അഭിജാജിന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തിലാണ്. പുറകിന്ന് കിട്ടിയ അടിയ കുടുംബത്തിന്റെ നാഥനെ എന്ത് ചെയ്തു? അടിച്ചു കെട്ടിയിട്ടവനെ. അവന്റെ ആളുകളെ, അവൻ പിടിച്ചിരിക്കുന്ന ആളുകളെ ഇതാ മോക്ഷ. നമ്മളെല്ലാം പിശാചിന്റെ പിടിയിലായിരുന്നു, നമ്മളെല്ലാം അവിടുന്ന് വിടുവിച്ചു. പക്ഷേ ഇപ്പൊ അവൻ എഴുന്നേറ്റു, അവന്റെ മുറിവ് പുറത്തു. ഇനി വല്ലതും പുറത്തിറക്കാൻ പറ്റുമോ? ഇനി ഇറക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, കുടുംബത്തിന്റെ നാഥനെ എലൈവാണെങ്കിൽ ഒന്നും ഇറക്കാൻ പറ്റില്ല. അവൻ വീണ്ടും എലൈവായി കഴിയുമ്പോൾ അവൻ എന്നാ പറയണേ? പിന്നെ നമ്മൾ സുവിശേഷം പറയാൻ പോയാൽ ആരെങ്കിലും കിട്ടുമോ? സുവിശേഷം പറയാൻ പോകുമ്പോൾ സത്യസുവിശേഷമാണെങ്കിൽ എന്നാ പറയണം? നിനക്ക് വീട് കിട്ടും, കാറ് കിട്ടും എന്നൊക്കെ ഇന്നത്തെ പരിപാടിയൊന്നും നടക്കത്തില്ല. ജനത്തിന് സംഭവം മനസ്സിലായി. അവിടെ സത്യസുവിശേഷം പറയുമ്പോൾ അവര് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ചിപ്പൊക്കെ എടുക്കണ പരിപാടിയൊന്നും നടക്കത്തില്ല. അങ്ങോട്ടേക്കൊന്നും വരണ വിഷയമേ ഇല്ല. സുവിശേഷം ഇതിവിടെ വേണ്ട. കാരണം ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. എനിക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളതാ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. ഒരെണ്ണം വരുമോ? മുറിവ് പുറത്തുപോയി. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് യേശുവിനെ സുവിശേഷം കേട്ടിട്ട് പറയുന്ന കാര്യം എന്നറിയാമോ? അന്നത്തെ ദൈവദാസന്മാരിൽ പലരും വിശ്വസിച്ചു. പക്ഷേ സമൂഹത്തിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, സിനഗോഗിൽ നിന്ന് എതിർപ്പ് പ്രാപിക്കാതിരിക്കാൻ വേണ്ടി ആരും പരസ്യമായി അത് പറഞ്ഞില്ല. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിച്ചു. അവരൊക്കെ ഔട്ടാ. ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. നല്ലൊരു ശതമാനം ഇതുപോലെ എണ്ണ. ഇതുങ്ങളെയൊക്കെ തോണ്ടിയെടുത്ത് കളയാനുള്ള സംവിധാനമാണ് 666. എന്തോ 666? മനുഷ്യരുടെ ഒരു എന്താ പറയുന്നത്, കടിച്ചാ പോട്ടാത്തൊരു സാധനം. 666 വേറൊന്നുമല്ല WWW. ഇതാ 666. WWW എന്ന് വെച്ചാൽ VAV. വൗ. ഹെബ്രായ ലെറ്റർ ആണത്. വൗ എന്ന് പറഞ്ഞാൽ ഹെബ്രായ ലെറ്ററിന്റെ അർത്ഥം എന്താ പറയാ? 666. ഗ്ലോറി. ഈ 666ലൂടെയാണ് ഈ ലോകം മുഴുവൻ ഇനി വാങ്ങുക വിൽക്കുക നടക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഗ്ലോറി. ഇതിലൂടെയാണ് ഈ ലോകം മുഴുവൻ വാങ്ങുക വിൽക്കുക നടക്കാൻ പോകുന്നത്. ഹെബ്രായ ഭാഷയ്ക്ക് ഇതാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മലയാളത്തിൽ, അതായത് ഇംഗ്ലീഷ് എഴുത്തില്ലേ 1, 2, 3 എന്ന് എഴുതത്തില്ലേ, ഇതേപോലെ ഹെബ്രായ ഭാഷ ലെറ്റർ ഒന്നുമില്ല. അതൊക്കെ ലെറ്ററുകളാണ്. ഗ്ലോറി. അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ലെറ്ററാണ് വൗ എന്ന് പറഞ്ഞ ലെറ്റർ. അതിൻ്റെ ഈക്വലൻ്റ് ഇംഗ്ലീഷാണ് W. ഗ്ലോറി. 666. ഗ്ലോറി. ഇതിലൂടെയാണ് ഇനി സകല ട്രാൻസാക്ഷനുകളും നടക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രിയരെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഇത് നിങ്ങൾ ഈ യാത്ര നോക്കിയേ. ഈ യാത്രയിൽ യേശുവിനെ നമ്മൾ ഉയർത്തുമ്പോൾ സകലരെ യേശുവിലേക്ക് അടുക്കുന്നു. കർത്താവ് പറയുകയാണ്, എന്നെ ഉയർത്തുമ്പോൾ ഇതാ സകലരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും. നിങ്ങൾ അടുത്തത് നോക്കിയാട്ടെ. ഇതാ യേശുവിൽ നിന്ന് ആളുകൾ തിരിച്ചു പോകുന്നു. ഇങ്ങോട്ടേക്ക് വന്നവർ അങ്ങോട്ടേക്ക് പോകുന്നു. എന്ത് കാണണം? ഗവൺമെന്റിന്റെ 666 ചിപ്പ് ഇംപ്ലാന്റേഷൻ സർവീസ്, അതിലേക്ക് പോവുക. ചിപ്പ് ഇംപ്ലാന്റേഷൻ സർവീസിലേക്ക് തിരികെ പോവുകയാ. അവന്റെ മുറിവ് പുറത്തു. കാരണം നാളെ മുതൽ നിങ്ങൾ ചിന്തിച്ചേ, അകത്തൊന്ന് ചിന്തിച്ചേ, നാളെ മുതൽ നിങ്ങൾക്ക് ജോലി ചെയ്താലും ശമ്പളം ഇല്ല. ശമ്പളം വേണമെങ്കിൽ എന്ത് വേണം? ചിപ്പ് വേണം. നിങ്ങൾക്ക് നിങ്ങളൊരു ഫാക്ടറി നടത്തുന്ന, ഒരു ബിസിനസ് നടത്തുന്ന ഒരു റോ മെറ്റീരിയലും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ നാളെ ബാങ്കിൽ പോയി ചിപ്പ് എടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കാര്യം നടക്കൂ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങളുടെ ജീവപുസ്തകത്തിലുള്ള നിങ്ങളുടെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകും. ദൈവക്രോധത്തിന് പാത്രമായി തീരും. ഗ്ലോറി. ഹല്ലേലൂയ. ഇപ്പോൾ വീട്ടിലുള്ള ജീവിത പങ്കാളി അല്ലെങ്കിൽ കൂടെയുള്ള വ്യക്തികൾ പറയൂ, ഇതാ സാറേ ഞങ്ങൾക്ക് ശമ്പളം വേണം, ഇതാ ബിസിനസ് നടത്തണ്ടേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ചോദ്യങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുന്നു. ഗ്ലോറി.
ഇതിന്റെ പരിഹാരം തുടർന്നുള്ള ക്ലാസ്സിൽ പറയും എന്താണ് ഇതിന്റെ പരിഹാരം. ഗ്ലോറി. കാര്യങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുന്നു. എന്തു ചെയ്യും? പോയി എടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് മരിക്കുക. 2 ചോയ്സേ ഉള്ളൂ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ തിരിച്ചറിയുന്നത്. യഥാർത്ഥ വിശ്വാസി ആരാണ് അല്ല എന്ന് തിരിച്ചറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് യാഥാർത്ഥ്യമല്ലാത്ത വിശ്വാസികളെ ചുഴറ്റിയെടുത്തെറിയുന്ന ദൈവത്തിന്റെ സുനാമിയാണ് 666. ദൈവത്തിന്റെ സുനാമി. ദൈവം അനുവദിക്കാൻ ഒന്നും സംഭവിക്കത്തില്ല. പിശാചിനും എൻ്റെ ശരീരത്തിന് രോമം തൊടണമെങ്കിൽ ആരുടെ ആദ്യ അനുവാദം വേണമെന്നറിയാമോ? ദൈവത്തിന്റെ അനുവാദം വേണം. ഇതുകൊണ്ട് യോബിന്റെ പുസ്തകത്തിൽ യോബിനെ തൊടണമെങ്കിൽ പുള്ളിക്കാരനും പോയി ക്യൂ നിൽക്കുക. കാരണം നീ സമ്മതിച്ചാലേ പറ്റുള്ളൂ. നീ യോബിന് ചുറ്റും, യോബിനുള്ളതിന് ചുറ്റും, യോബിന്റെ സകലത്തിന് ചുറ്റും നീ വേലി കെട്ടിയിട്ടിരിക്കുകയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ തൊടാൻ പറ്റുക? ഗ്ലോറി. പ്രിയ ദൈവത്തിന് ഞാൻ മനസ്സിലാക്കുക, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മരിക്കാനുള്ളതാ. ഇതാന്നറിയാം ഈ ലോക ജീവിതം. അടുത്ത ജീവിതത്തിലെ കയറാനാ. ഈ ലോക ജീവിതം ഒരു ഗോതമ്പ് മണിക്ക് തുല്യമാ. ഇത് തകരാനുള്ളതാ. അടുത്ത ജീവിതം ആ ഗോതമ്പ് മണിയിൽ നിന്ന് മുളച്ചു വരുന്ന നിത്യമായി നിൽക്കുന്നൊരു ജീവിതമാണ്. ഗ്ലോറി. അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടൊന്നും സാധാ സുവിശേഷം കേട്ട ജനത്തിനില്ല. സാധാ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതാ അവർ സുവിശേഷം പറയാറില്ല. സുവിശേഷം അനുഭവിക്കാൻ തക്കണം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഉണ്ടാക്കിയ വഴിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ടങ്ങ് പോവുക. ഇവരൊക്കെ വീഴും. ഇവരെല്ലാം വീഴുവാനായിട്ട് ഇടയാകും. നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ ഈ 666 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെബ്രായ ഭാഷയിലും മറ്റൊരു അർത്ഥവും കൂടി ഉണ്ട്. എന്താണെന്നറിയാം? 666 എന്ന് പറഞ്ഞ ഹെബ്രായ ഭാഷയിലും മറ്റൊരു അർത്ഥം. 666 എന്ന് പറഞ്ഞ എബ്രായ ഭാഷയിലെ മറ്റൊരു അർത്ഥമാണ് ലോർഡ് ഐ ലവ് യു. ഹുക്ക് എന്ന് പറയുന്നത്. ഗ്ലോറി ടു ഗാഡ്. ഹുക്ക്. ജീസസ് ഐ ലവ് യു. ഇതാ ഹുക്ക്. 666ന്റെ വൗ 6ന്റെ നമ്പർ 6 ഉള്ള ആ നമ്പറിന്റെ മറ്റൊരു മീനിങ് ആണ് ഹുക്ക്. ഹുക്ക് ചൂണ്ടക്കുളത്ത്. എന്തിനാ ഈ ചൂണ്ടക്കുളത്ത്? പുഴയിലൂടെ കടലിലൂടെ പോകുന്ന മത്സ്യത്തെ കൊളത്തി അതിനിഷ്ടപ്പെട്ടത് ഇട്ട് കൊടുത്തിട്ട് അതിനെ കൊളത്തിയെടുത്ത് അതിനെ കരയ്ക്ക് വലിച്ചു കയറ്റാനുള്ളത്. ഇതേപോലെ ഹുക്കാണിത് 666. ഗ്ലോറി. ഈവൻ 6 എന്നുള്ള നമ്പറിന്റെ ഷേപ്പ് പോലും നോക്കിയേ, അതൊരു ഹുക്കല്ലേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇത് വലിച്ചു കയറ്റാനുള്ളതാ. മനുഷ്യനെ വലിച്ച് കയറ്റുവാൻ, അതായത് ദൈവത്തിൽ ആശ്രയിക്കാതെ ജഡത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോകുന്ന മനുഷ്യനെ വലിച്ചു കയറ്റാനുള്ള ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമുക്കിത് കാണുവാൻ കഴിയും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സത്യം എന്ന് പറയുന്നത്, ഈ ഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഫിൽറ്ററാണ്. എ സോൾ സ്ട്രെയിനർ. ഒരു ഫിൽറ്ററാണ്. സ്ട്രെയിനർ എന്ന് വെച്ചാൽ ഫിൽറ്റർ. ഇത് ഫിൽറ്റർ ചെയ്യുന്നത് ബോഡിയെ അല്ല, മനുഷ്യൻ്റെ സോളിനെയാണ് ഫിൽറ്റർ ചെയ്യുന്നത്. ഗ്ലോറി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു ബോഡി കാണാം. ഇതാ സോള് കാണാം. ഇവിടെ ബോഡി ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ്. സോള് ദൈവം ഇതിൻ്റെ ഉള്ളിലേക്ക് നിശ്വസിക്കുന്നതാണ്, ഊതുന്നതാണ്. ഇതാ തുടർന്ന് ഈ ഭൂമിയിലേക്ക് ആ കുഞ്ഞ് ഇതാ ഒരു ബോഡിയിൽ ആ മനുഷ്യൻ പ്രവേശിക്കുന്നു. ഇതാ മരണത്തോടുകൂടി അവസാനിക്കുന്നു. ആ ബോഡി വന്നിട്ട് ഇതാ മരണത്തിൽ അവസാനിക്കുന്നു. മണ്ണിൽ നിന്നെടുത്ത് മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു. ഇതാ സോള്, ഈ ബോഡിക്കുള്ളിൽ സോള് ട്രാവൽ ചെയ്യുകയാണ് ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ട്രാവൽ ചെയ്യുകയാണത്. സോള് ട്രാവൽ ചെയ്യുക. ഈ ശരീരത്തിൻ്റെ ഒക്കെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സോളുണ്ട്. ഈ സോളിനെ ചെക്ക് ചെയ്യുകയാണ്. കുഞ്ഞെ, നീ സൃഷ്ടാവിനെ സ്നേഹിക്കുന്നുവോ സൃഷ്ടിയെ സ്നേഹിക്കുന്നുവോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ആദ്യത്തെ പരീക്ഷയിൽ നമ്മുടെ മൂത്ത അപ്പൂപ്പൻ പരാജയപ്പെട്ടു. ആദം പരാജയപ്പെട്ടു. ആദം പറഞ്ഞു, എനിക്കിഷ്ടം എൻ്റെ വൈഫിനെയാണ്, എനിക്ക് സ്നേഹം എൻ്റെ വൈഫിനെയാണ്. മനസ്സിലായോ? ആദ്യത്തെ ടെസ്റ്റ് തന്നെ പുള്ളി പോയി. ഗ്ലോറി. പുള്ളി ഔട്ടായതോടെ പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്ന നമ്മളെല്ലാം പോയി. ഗ്ലോറി. ഹല്ലേലൂയ. ഇനി യേശു ക്രിസ്തു നമ്മൾ വീണ്ടും ടെസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ യാത്ര പോകുമ്പോൾ ഇതാ ബീസ്റ്റ് സംവിധാനം, 7 തലയുള്ള ബീസ്റ്റ് സംവിധാനമാണ് ഈ ഭൂമിയിലുള്ളത്. എന്തിനാ ബീസ്റ്റ് മുമ്പിൽ നിൽക്കണേ? ദൈവത്തിന്റെ വചനം പറയുന്നു, സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങണം. വിളിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിഴുങ്ങാനാ നിൽക്കണേ. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ യാത്രയിൽ നമുക്ക് ഈ ഭൂമിയിൽ ഒട്ടും സപ്പോർട്ടല്ല. ഈ ഭൂമിയിൽ നമുക്കിവിടെ ജയം പ്രാപിക്കുന്നത് ഒറ്റ വിഷയമുള്ളൂ, നമ്മൾ ദൈവത്തിൽ ജീവിക്കാൻ തുടങ്ങണം. ദൈവത്തിന് ജനിക്കുന്നതൊക്കെയും ലോകത്ത് ജയിക്കുന്നു, അല്ലെങ്കിൽ പറ്റില്ല.
ഗ്ലോറി. ഭൂമിയിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് സ്വസ്ഥത തരത്തില്ല, സമാധാനം തരത്തില്ല. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നന്നാകാൻ നോക്കും. മനുഷ്യരുടെ മുമ്പിൽ നന്നാകാൻ നോക്കണ്ട, ദൈവത്തിൻ്റെ മുമ്പിൽ നന്നാകാൻ നോക്കിയാൽ മതി. ഗ്ലോറി. ദൈവപ്രസാദമുള്ള മനുഷ്യരുടെ മുമ്പിൽ അത് ഓട്ടോമാറ്റിക് നന്നാകാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ഇതാ എല്ലാ മനുഷ്യരും നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഈ യാത്രയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതാ നമുക്ക് ഈ യാത്രയിൽ, പ്രിയ സഹോദരനെ ശ്രദ്ധിച്ചേ, ഈ യാത്രയിൽ നമ്മുടെ കയ്യിൽ തരുന്നതെല്ലാം പ്രാക്ടിക്കൽ മെറ്റീരിയലുകൾ മാത്രമേ ഉള്ളൂ. പണം തന്നാലും, കാറ് തന്നാലും, വീട് തന്നാലും, ലാൻഡ് തന്നാലും എന്തുമാത്രം അത്? ഈ ഭൂമി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഹോളാണ്. നമ്മുടെ ശരീരത്തിൽ ഇരിക്കുകയല്ലേ നമ്മൾ. സോൾ എവിടെ ഇരിക്കണേ? ശരീരത്തിൽ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അതാണ് ഈ ഭൂമിയിലെ യാത്ര. ചെയ്തത് നല്ലതാകിലും ചീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. ഇതാ തുടർന്ന് ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ പ്രാപിക്കണം. ഒന്നില്ലെങ്കിൽ തീപ്പൊയ്ക, അല്ലെങ്കിൽ സ്വർഗരാജ്യം. സോൾ ഒന്നില്ലെങ്കിൽ തീപ്പൊയ്കയിലേക്ക് പോകും, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകും. ഇത് കഴിയുമ്പോൾ പ്രാപിക്കാനുള്ളതാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ കുറേ സംഘടനകളൊക്കെ ഉണ്ടാക്കി, ആ ഗ്രൂപ്പ് ഇന്റർനാഷണൽ, ഈ ഗ്രൂപ്പ് ഇന്റർനാഷണൽ, ഇത് അവിടുത്തെ, ഇവിടുത്തെ, ഞാൻ ആ ഗ്രൂപ്പുകാരൻ, ഈ ഗ്രൂപ്പുകാരനൊക്കെ പറഞ്ഞ് വെറും മണ്ടത്തരം അല്ലേ ഈ കാണിക്കണേ. ഞാൻ ഇന്നലെ ഒരു സഹോദരനോട് ചോദിച്ചു, അദ്ദേഹം കൂട്ടം പറയാൻ വന്നപ്പോൾ ചോദിച്ചു, ആദം ആരാ? പെന്തക്കോസ്തുകാരനാണോ, കത്തോലിക്കനാണോ, യാക്കോബിറ്റാണോ? പുള്ളി കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് പറഞ്ഞു, എൻ്റെ കുഞ്ഞേ, ഇതൊക്കെ മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ പറയുന്ന സ്വർഗരാജ്യത്തിൽ കത്തോലിക്കനുമില്ല, പെന്തക്കോസ്തുകാരനുമില്ല, യാക്കോബിറ്റുകാരനുമില്ല. അവിടെയൊക്കെ ദൈവമക്കളെ ഉള്ളൂ. കാണുവിന് എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവമക്കളെന്ന് സ്വർഗം വിളിക്കുന്നു. ആ പേരിൽ അറിയപ്പെടാൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇവിടത്തെ ഒരു ഗ്രൂപ്പല്ല. ഇവിടെ നമുക്ക് തരുന്നതല്ല ഒരു പ്രാക്ടിക്കൽ ഹോളിൽ സൾഫൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, ടിഷ്യൂ പേപ്പറൊക്കെ കൊടുക്കുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഇതാ 2 കാറ്, ഒരു വീട്, കുറച്ച് പണം, ഇതൊക്കെ തന്നിട്ടുള്ളൂ. ഇതൊക്കെ പ്രാക്ടിക്കലാ. ഗ്ലോറി. ഇതെല്ലാം പ്രാക്ടിക്കലാ. എന്താ തെളിവ്? പ്രാക്ടിക്കൽ ഹോള് വിട്ടു പോകുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫൂരിക് ആസിഡ് കൊണ്ടുപോകാൻ സമ്മതിക്കോ? സമ്മതിക്കത്തില്ല. ഇതുപോലെ ഇവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ എനിക്ക് ആ കാർ എനിക്ക് കൂടെ കൊണ്ടുപോകണം, ഈ പൈസ എനിക്ക് കൂടെ കൊണ്ടുപോകണം, ആ ലാൻഡ് എനിക്ക് എന്തൊരു ഇഷ്ടം തരാം, കൊണ്ടോട്ടെ എന്ന് പറയാൻ പറ്റുമോ? നഗ്നനായി നീ വന്നു, നഗ്നനായി നീ പോയേ പറ്റൂ. ഇത് വെറും പ്രാക്ടിക്കൽ ഹോള സഹോദരങ്ങളെ. തുടർന്ന് നമ്മുടെ ശരീരം നമ്മൾ ഇവിടെ വിട്ടുകൊടുക്കണം. സോള് എങ്ങോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഈ 666 പരിപാടിയും ദൈവത്തിൻ്റെ ഒരു സോൾ ട്രെയിനറാ. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ എന്നാ ചെയ്യാൻ വേണമെന്ന് അറിയാമോ? ഈ സംഭവം വരുമ്പോൾ ഇതൊരു തിരമാല പോലെയാണ്. ഇത് കണ്ടോ, ഇതാ കരയിലേക്ക് അടിക്കുന്ന ഒരു തിരമാലയാണ് നിങ്ങൾ കാണുന്നത്. ഈ അടിച്ച് കയറി കഴിഞ്ഞാൽ ഇതിന് അടിസ്ഥാനമില്ലാത്തതിനെ എല്ലാം എടുത്തുകൊണ്ടങ്ങ് പൂക്കളയും. അടിസ്ഥാനം ഉള്ളതിനെ അവിടെ നിർത്തും. മനസ്സിലായോ? ഇതാ കർത്താവ് പറഞ്ഞു, നീ പാറമേൽ പണിതോ, അല്ലെങ്കിൽ നിന്നെയും കൊണ്ട് പോകും സംഭവം. മനസ്സിലായോ? പാറമേൽ പണിതോ. ഡ്യൂപ്ലിക്കേറ്റിന് മനുഷ്യന്റെ മുമ്പിലൊക്കെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും. അനന്യ സഫീറ നല്ല കാര്യമാണ് ചെയ്തത് അല്ലേ? പക്ഷെ അവരുടെ അകത്തുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ആറ്റിറ്റ്യൂഡ് ഈ സഹായിക്കണ ആറ്റിറ്റ്യൂഡൊന്നും ആയിരുന്നില്ല. പകരം ഞങ്ങൾക്ക് മനുഷ്യരുടെ മുമ്പാകെ ഒന്ന് പ്രശസ്തരാകണമെന്നായിരുന്നു. കർത്താവിൻ്റെ എന്ത് ചെയ്തു? ന്യായവിധി അവരെ തൂത്തെടുത്ത് കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു സാമ്പിളാ, ഒരു സാമ്പിള്, എല്ലാത്തിനും സാമ്പിളാ. ഇതാ ഹാനോക്ക് ദൈവത്തോട് നടന്നു. എന്തു സംഭവിച്ചു? ഹാനോക്ക് എടുക്കപ്പെട്ടു. ഇതെന്തോ അത് ഒരു സാമ്പിളാ. എല്ലാം ഒരേ സാമ്പിള് ദൈവം വെച്ചിട്ടുണ്ട്. അമ്മേ, ലോകത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി. എന്തോ അത് കുഞ്ഞെ, ഈ യാത്രയിൽ നീ പുറകിലേക്ക് നോക്കി ഓടി, ലോകത്തിലേക്ക് നോക്കി ഓടിയാൽ നിന്റെ കാര്യം ഇതുപോലെ. ഇതൊരു സാമ്പിളാ. അപ്പോൾ പ്രിയരെ, നാം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുവാനായിട്ട് അടിയാകണം. ഈ ഭൂമി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോൾ സ്ട്രെയിന്. ഈ ഒരു ഭാഗം കൂടി നമ്മൾ എടുക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഇത് എന്താ സംഭവിക്കുന്നത്? ഈജിപ്ത്, ഈ പഴയ നിയമ കാലത്തെ ആ ജീവിതം നമുക്ക് ശ്രദ്ധിക്കാം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഇതാ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ജനം പോവുകയാണ്. ഈ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ ലക്ഷ്യം എങ്ങോട്ടേക്കാണെന്നറിയാമോ? ജനം പറഞ്ഞെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടു. നമ്മൾ യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച പോണ യാത്രയാ. ആ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം വന്നു. ഇതാ ഫറവോ സൈന്യം പുറകിൽ വന്നേക്കണു. പ്രശ്നം വന്നപ്പോൾ ഉടനെ ജനം എന്നാ പറഞ്ഞെന്നറിയാ? ഞങ്ങൾക്ക് ഈജിപ്തായിരുന്നു നല്ലത്, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കണോ? അപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടും ഇവരുടെ ഹൃദയം എവിടെയാ? ഈജിപ്തിലാ. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടിട്ട് ഇവരുടെ ഹൃദയം ഈജിപ്തിലാ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ ചെങ്കടലിലൂടെ അക്കരെ കയറുന്നു.
സ്നാനപ്പെട്ട അപ്പുറത്ത് വന്നു. അപ്പുറത്ത് ചെന്നപ്പോൾ ഇതാ അവർക്ക് വിശക്കണു. വിശന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊല്ലം കൊണ്ടുവന്നേക്കുക ഈ മോശെ അറോനെല്ലാം കൂടെ. ഞങ്ങളെ കൊല്ലം കൊണ്ടുവന്നേക്കുക. ഈജിപ്തിലായിരുന്നപ്പോൾ ഇറച്ചിക്കലം പരിപ്പ് കലം ഒക്കെ എത്ര നന്നായിരുന്നു അറിയാമോ? അപ്പോൾ അവരുടെ ചിന്ത കൊണ്ട് അവിടെ കിടക്കുക. ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഈജിപ്തിലെ കിടക്കണേ. മനസ്സിലായോ? എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവം ഇതാ 40 വർഷം ആ യാത്ര, ഈ ചിന്തകളുള്ള എല്ലാറ്റിനെയും ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം പറയുന്നു, മരുഭൂമിയിൽ തള്ളിയിട്ടു. കാരണം കുഞ്ഞെ, നീ എവിടെ ആയിരുന്നാലും, ഈജിപ്തിലായിരുന്നു, ഇതുണ്ട് 2 ഏരിയ അവിടെ കാണിച്ചിട്ടുണ്ട്. വിൽഡർനസ്, ഈജിപ്തിലായിരുന്നാലും ഇതാ വിൽഡർനസിനായിരുന്നാലും ഈ കടന്നു വരുന്ന ഈ സുനാമി പോലെയുള്ള സംഭവം, ദൈവത്തിന്റെ ന്യായവിധി ഇതാ നിന്നെ എടുത്തുകൊണ്ട് പോകും. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം അവരെ തള്ളിയിട്ട് കളഞ്ഞു. ദൈവം, പിശാചല്ല, ദൈവം അവരെ തള്ളിയിട്ട് കളഞ്ഞു. ഈ യാത്രയിലെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഇവരിതാ കടക്കുന്നത് കാണാം. അതായത് കടൽ 2ആയി വാഗിച്ചു. അതിൻ്റെ ഇടയിലൂടെ ഇതാ ഉണങ്ങിയ നിലം, അതിലൂടെ കടക്കുകയാ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഉണ്ടാക്കുന്ന വഴിയെയാണ് ഈ കാണിക്കുന്നത്. മനസ്സിലായോ? ഒരു പുതിയ വഴി തുറന്ന് അതിൻ്റെ കൂടെ കടത്തി വിടുകയാ. ഇതിൻ്റെ അക്കരെ ചെന്നിട്ട് അവരെന്നാ ചെയ്തു? ഉടനെ 15-ാം അധ്യായം ചെല്ലുമ്പോൾ ഇതാ അവരാ വഴി ക്രോസ് ചെയ്ത് മരുഭൂമി ചെന്ന ഉടനെ തന്നെ ആരാധനയാണ്. മിരിയാം കയ്യിൽ എന്ത് ചെയ്തു? തപ്പെടുത്തു. പിന്നെ ഒരു ആരാധനയാ. എന്താ ആരാധന? ഞങ്ങൾക്ക് വഴിയൊരുക്കിയ ദൈവത്തിനൊരു ആരാധനയാ. വഴിയൊരുക്കിയ ദൈവത്തിന് അവിടെ വെച്ചൊരു ആരാധന നല്ല കാര്യമാണ്. പക്ഷെ ആരാധനയൊക്കെ കഴിഞ്ഞു. പക്ഷെ അവസാനം എല്ലാത്തിനും തൂത്തെടുത്തോണ്ട് പോയി. ഇന്ന് വലിയ ആരാധന. യേശു ഞങ്ങൾക്ക് വേണ്ടി ഇതാ വഴിയൊരുക്കി. സംഭവമൊക്കെ ശരിയാ. യേശു വഴിയൊരുക്കിയതേ അവിടെ നിൽക്കാനല്ല, ദൈവരാജ്യത്തിൽ ചെല്ലാനാ. മോശയിലൂടെ ദൈവം വഴിയൊരുക്കിയതേ അവിടെ നിൽക്കാനല്ല, കനാനിലേക്ക് പോകാനാ. ഗ്ലോറി. ഇന്ന് കനാലിനെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. പകരം വഴിയെക്കുറിച്ചേ പറയുന്നുള്ളൂ. യേശു വഴിയൊരുക്കി. ഇതാ മോശ സമുദ്രത്തെ 2ആയിട്ട് മുറിച്ചിട്ട്, മോശ സമുദ്രത്തെ 2ആയിട്ട് മുറിച്ച് സ്തോത്രം. മോശ സമുദ്രത്തെ 2ആയിട്ട് മുറിച്ച് സ്തോത്രം. മോശ സമുദ്രത്തെ 2ആയിട്ട് മുറിച്ച് സ്തോത്രം. ഇത് സുവിശേഷീകരണം എന്താ? നീ പോയി ഇത് പറഞ്ഞോളാം, മോശ സമുദ്രത്തെ 2ആയിട്ട് മുറിച്ചു. അയ്യോ കുഞ്ഞുങ്ങളെ, അങ്ങനല്ല. അത് സുവിശേഷത്തിലേക്ക് എത്താനുള്ള വഴിയാണത്. അവിടെ നിൽക്കരുത്. അവിടെ നിൽക്കുന്നതിനെ, മരുഭൂമിയിൽ ഇതാ ലോകത്തിന്റെ ചിന്തയുമായിട്ട് നിൽക്കുന്നവനെയൊക്കെ ഇതാ ദൈവത്തിന്റെ ഈ സോൾ ട്രെയിനർ, ഇതാ ദേഹിയെ പരിശോധിക്കുന്ന സംവിധാനം എടുത്തു കളയും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മരുഭൂമിയിൽ വെച്ച് ഞാൻ നിന്നെ താഴ്ത്തി, ഞാൻ നിന്നെ വിശപ്പിപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? നിന്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് എനിക്ക് അറിയണം. ഡിട്രോണമി 8:2-3 പറഞ്ഞേ, നിന്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് എനിക്ക് അറിയണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാം. ഫസ്റ്റിംഗ്, പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ദ ഹോൾ 7 ദിവസത്തെ ദൈവത്തിന്റെ പദ്ധതികളാണ്. എന്തിനാണെന്നറിയാമോ? ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ. ഹല്ലേലൂയ. ഭൂമി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഫിൽട്ടർ, സോൾ സ്ട്രെയിനർ, ദേഹിയെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു സ്ട്രെയിനറാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം മുന്നോട്ടേക്ക് വരുന്നു. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മൾ ആരുടെ മക്കളാ? ദൈവത്തിന്റെ മക്കളാ. ദൈവത്തിന് എല്ലാറ്റിലും ഒരു വഴിയുണ്ട്. ഇതെല്ലാറ്റിലും ഒരു വഴിയുണ്ട്. തുടർന്ന് നിങ്ങൾ ആ വഴി മനസ്സിലാക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അതാ അവന്റെ മാരകമായ മുറിവ് പൊറുക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നറിയാമോ? കർത്താവ് പറയുന്നു, നിങ്ങൾ ഇടറി പോകാതെ. ഇത് കാണുമ്പോൾ മറ്റുള്ളവരെ പോലെ പാനിക്കാകേണ്ട ഒരാവശ്യം ഇല്ല. മറ്റൊരു പാനിക്കാകും. കാരണം എങ്ങനെയാ? അവർ എന്താ പഠിച്ചേക്കണേ? ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് പഠിച്ചവരൊക്കെ ഇടറും. പക്ഷേ ഇതൊക്കെ വരുമ്പോ ഇതാ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ജയം പ്രാപിച്ചേ പോകുള്ളൂ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് ഒരിടർച്ചയും വരത്തില്ല. കാരണം നിങ്ങളിത് മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവസേന നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗിന് അധർമ്മമൂർത്തിയുമായി വെളിപ്പെടുകയും വേണം. കർത്താവിൻ്റെ നാൾ വരുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം സംഭവിക്കണമെങ്കിൽ ആദ്യമേ
വിശ്വാസത്യാഗം സംഭവിക്കണം. ആരും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. നാശയോഗ്യനും അധർമ്മൂർത്തിയുവാനും വെളിപ്പെടുകയും വേണം. എപ്പോഴാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്? ശരീരത്തിന് വേണ്ടത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷീകരണം നടത്തി യേശു ശരീരത്തിനപ്പുറം, സെമത്തേരിക്കപ്പുറം ദൈവരാജ്യം തരുവാനാണ് വന്നത് എന്ന് മനസ്സിലാക്കാതെ ശരീരത്തിന് വേണ്ടി മാത്രം യേശുവിനെ പ്രസന്റ് ചെയ്ത് ആ ശരീരത്തിൽ മാത്രം പ്രത്യാശ വെച്ച് കടന്നു വന്ന വലിയൊരു കൂട്ടം, ശരീരത്തിന് വേണ്ടത് കിട്ടത്തില്ല വിശ്വാസത്തിലേക്ക് പോയാൽ എന്ന് മനസ്സിലാക്കുന്നതോടെ അവർ ഇതിന് തിരിച്ച് യാത്രയാകും. എന്നാൽ സെമത്തേരിക്കപ്പുറം ദൈവരാജ്യത്തിൽ എനിക്ക് എൻ്റെ കർത്താവ് വീണ്ടും ജന്മം നൽകി, ഞാൻ അവിടെ അനന്യനാണ്, എൻ്റെ നാളുകൾക്കടെ അവസാനമില്ല, ഈ ഭൂമിയിലെ ജീവിതം ഒരിക്കൽ മരണമുണ്ട്, തുടർന്ന് ന്യായവിധി ഉണ്ട് എന്ന് വചനം പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെൻ്റെ പ്രാക്ടിക്കൽ തലം മാത്രമാണ്. ഇവിടെ ഞാൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും ചീതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു പോകണം. ഇവിടെയുള്ളതെല്ലാം അന്യമായതാണ്, സ്വന്തമായതല്ല എന്നുള്ള ആ ബോധം നമ്മുടെ അകത്ത് വന്ന്, ഇതാ ഇങ്ങനെയൊരു സിറ്റുവേഷൻ മുൻപിലുണ്ട്, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ ഏകരല്ല, നിങ്ങൾ തീയിലൂടെ കടന്നാൽ ഞാൻ കൂടെ ഉണ്ട്, ആഴിയിലൂടെ കടന്നാലും ഞാൻ കൂടെ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിന് രോമം താഴെ വീഴണമെങ്കിൽ അത് ഞാൻ അറിഞ്ഞേ സംഭവിക്കും. ബലത്തോടെ കർത്താവ് ഇത് പറഞ്ഞതിൻ്റെ എല്ലാ ഉദ്ദേശം നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ അത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇതാ കർത്താവേ, അങ്ങ് എന്നെ ശോധന ചെയ്യുമ്പോൾ ഞാൻ അങ്ങയെ സ്നേഹിച്ചത് ഈ മണ്ണിൻ്റെ ഭാഗത്തല്ല എന്നങ്ങ് മനസ്സിലാക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന അരിഷ്ടനായ ഒരു ഭക്തനാകാതെ കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുവാൻ എന്നെ സഹായിക്കുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. പൊന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴാ, ഇന്നും അത് ബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം. പൊന്നും വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇതിനു സമമോ തോഴാ, എന്നും അത് ബലമരുളും അതിശോഭ കലരും ഗതി തരുമന്യൂനം.